ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ അവസാന രാത്രി മീറ്റിംഗിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രിയിലും കരുണയുള്ള ദൈവം തന്റെ വാഗ്ദത്തപ്രകാരം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നുവരാമെന്നുള്ള വാഗ്ദത്തപ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗിന്റെ പ്രാരംഭ സമയത്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം നമ്മെ സഹായിച്ചു. അതിലുപരിയായി ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടുകൊണ്ടേയിരുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായി ജനിച്ചെങ്കിലും സകല ഭൂവാസികളെയും രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവായ യേശുവിനെ തന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാനും നിത്യ സമാധാനം പ്രാപിപ്പാനും അതിലുപരി കർത്താവിനെ അനുഗമിച്ച് തന്റെ ഭവനത്തിൽ പാർത്ത് വിശുദ്ധന്മാരോടുകൂടെ ദൈവപ്രവൃത്തികളെ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടുകൊണ്ടേയിരുന്നു. കരുണാസമ്പന്നനായി ദൈവം അനുഗ്രഹിച്ച് അവരെ നിത്യതയോളം സൂക്ഷിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന ആ നല്ല ദിനത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ നമ്മെല്ലാം കൊണ്ടെത്തിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രികളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ ഏതാണ്ട് AD 60 റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം മുഖാന്തരം നൽകുന്ന ഒരാത്മീയ നിർദ്ദേശമായിരുന്നു നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ സ്വർഗം തുറന്നു തന്ന ആ നിത്യതയുടെ കവാടത്തിങ്കൽ നിന്ന് മാനവരാശിക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ എങ്ങനെ സ്വന്തമാക്കി തീർക്കാം എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി നാം തിരുവെഴുത്തിൽ നിന്ന് വായിച്ച വേദഭാഗം വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമായിരുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാഗ്ദത്തങ്ങളിൽ പങ്കാളികളുമായി തീരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ 2 രാത്രികളിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവം മനുഷ്യന് പ്രദാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ മാനവരാശിക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം എങ്ങനെ തുറക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. അതിന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട 3 താക്കോൽ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. പ്രാരംഭ ദിവസത്തിൽ വിശ്വാസം എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. പൗലോസ്ലീഹ പറയുകയാണ്, വാഗ്ദത്തം നേടേണ്ടതിന് ഉറപ്പുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. സ്വർഗം യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. ആ അഭിഷേകം നമ്മുടെ വിശ്വാസത്തെ പുതുക്കി തരട്ടെ. മനസ്സാക്ഷിയുടെ നിർമ്മലതയിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കാം. മശിഹ മഹിമയുടെ രാജാവായി മടങ്ങിവരുന്ന നാളിൽ അവന്റെ കൃപയാലും അവനിലുള്ള ഉറപ്പുള്ള വിശ്വാസത്താലും നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന തിരുവെഴുത്ത് വാഗ്ദത്തം നേടുവാനുള്ള 2-ാമത്തെ പദ്ധതി അല്ലെ 2-ാമത്തെ താക്കോൽ അത് ദീർഘക്ഷമയാണ്. ക്രൈസ്തവ സമൂഹത്തിന് വളരെ സുപരിചിതമായൊരു വാക്കാണ് ദീർഘക്ഷമ എന്നുള്ള വാക്ക്. ഈ ദീർഘക്ഷമ എന്നാൽ എന്തെന്നും ഇത് ഒരു മനുഷ്യൻ എങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്നും ഈ ദീർഘക്ഷമയിലൂടെ അവന് ലോകത്തിൽ എന്ത് നേടിയെടുക്കാമെന്നും
ഈ ദീർഘക്ഷമ നിത്യതയോളം അവനെ പിൻഗമിക്കുന്നത് എങ്ങനെയെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഭണ്ഡാരം തുറക്കേണ്ടതിന് ആ മൂന്നാമത്തെ പദ്ധതിയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ ശൈലിയിൽ അതിന്റെ മൂന്നാമത്തെ താക്കോൽ എന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ദയവായി ആ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ട്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട മൂന്നാമത്തെ വിഷയം, ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കേണ്ടതിന് ഒന്നാമത് വിശ്വാസവും, രണ്ടാമത് ദീർഘക്ഷമയും, മൂന്നാമത് ദൈവ ഇഷ്ടവുമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭരാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ തിങ്ങി നിൽക്കുകയാണ്. 1000-ഓളം പ്രവചനങ്ങളും 8000-ഓളം വാഗ്ദത്തങ്ങളും ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നതായി വേദപുസ്തക പണ്ഡിതർ പറയുകയാണ്. എന്നാൽ മനുഷ്യന്റെ ക്ഷണഭംഗുരമായ ആയുസ്സില്, അല്ലെങ്കിൽ ആ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ യേശുക്രിസ്തുവിൽ കൂടെ സ്വർഗം പ്രദാനം ചെയ്ത ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? ചില വാഗ്ദത്തങ്ങൾ മാനവരാശിയോട് മുഴുവനായി ഉള്ളതാണ്. ചില വാഗ്ദത്തങ്ങൾ ചില വ്യക്തികളോടുള്ളതാണ്. ഇനിയും ചില വാഗ്ദത്തങ്ങൾ ചില ജാതികളോടുള്ളതാണ്. എന്നാൽ മുഴു ലോകത്തോടുള്ളതായാലും വ്യക്തികളോടുള്ളതായാലും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതികളോടുള്ളതായാലും വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയാൽ യേശുക്രിസ്തു മുഖാന്തരം ആ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഞാനും നിങ്ങളും അവകാശികളാണ്. എങ്ങനെ നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കി തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ഭാഗം നാം ചിന്തിക്കുമ്പോൾ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുക. നമുക്ക് സമയം വളരെ ചുരുക്കമാണ്. എല്ലാം വിശദമായി ദീർഘമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. ദൈവ ഇഷ്ടം ചെയ്താൽ മാത്രമേ നമുക്ക് വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആരാഞ്ഞറിഞ്ഞ് അവനത് ചെയ്യാൻ ഒക്കുമോ എന്നൊരു ചോദ്യമാണ്. മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്തതാണ് ലോകത്തിലേക്ക് വരുന്നതിന് ഏറെക്കുറെ 950ഓളം വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന ആട്ടിടയന്മാരുടെ പട്ടണത്തിൽ ജനിച്ച, ഇടയക്കുടലിൽ ജനിച്ച് പിൽക്കാലത്ത് ഇസ്രായേലിന് രാജാവായി തീർന്ന ഭക്തനായ ദാവീദ് ഒരു നാൾ മുഴങ്കാൽ മടക്കി യഹോവയുടെ സിംഹാസനത്തെ നോക്കിക്കൊണ്ട് പാടി, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തനത്തിൽ വരുമ്പോൾ 143-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിൽ ഭക്തൻ പാടുകയാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഒരു വലിയ ആഗ്രഹമായിരുന്നു. ബാല്യകാലം മുതലേ അസിംഗമായ ദുഃഖങ്ങളും ദുരിതങ്ങളെയും അതിജീവിച്ച് കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ച് മല്ലനായ ഗോലിയാത്തിനെ യുദ്ധകളത്തിൽ തോൽപ്പിച്ച് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും മനോവേദനകളും ഉയർച്ചകളും താഴ്ച ഒക്കെ അനുഭവിച്ച ദാവീദ് ദൈവനിയോഗത്താൽ 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന് രാജാവാകുകയും മനോഹരമായ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ അദ്ദേഹം രാജാവായി വാഴും കാലത്ത് താൻ ദൈവത്തോട് പറഞ്ഞ വാക്കാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നല്ലൊരു വാക്കാണ് ദൈവമക്കളെ. യുദ്ധം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമെന്നോ, രാജ്യം ഭരിപ്പാൻ എന്നെ പഠിപ്പിക്കണമെന്നോ, അരമനകൾ പണിയാൻ എന്നെ പഠിപ്പിക്കണമെന്നോ അല്ല. അതൊക്കെ അഭിഷേകത്താൽ തന്നിൽ വ്യാപരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. കാലങ്ങൾ പലത് കഴിഞ്ഞു. വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു. ദാവീദിന്റെ 28-ാമത്തെ തലമുറയിലാണ് ബേത്ലഹേം എന്ന പട്ടണത്തിൽ മശിഹാ ജനിക്കുന്നത്. മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം അതൊരിക്കലും യാദൃശ്യമായിരുന്നില്ല. പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യൻ മുള്ളും പറക്കാരിയും കിളിർത്ത് ശപിക്കപ്പെട്ട ഭൂമിയിൽ അലഞ്ഞ് കത്തിജ്വലിക്കുന്ന നിത്യനരകത്തിലേക്ക് അവൻ ഒഴുകുന്നത് കണ്ടപ്പോൾ അവനോടുള്ള അതിയായ സ്നേഹത്താൽ സ്വർഗം മാനവരാശിക്ക് പ്രദാനം ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നായിരുന്നു മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം. മശിഹാ തമ്പുരാൻ താണലോകത്തിലേക്ക് വന്നു. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായവൻ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
ഒരു ദാസന്റെ രൂപമെടുത്ത് ദാനലോകത്തിൽ വന്നു. യേശു ഈ ലോകത്തിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരും ഇസ്രായേലിലെ യഹൂദ റബിമാരും ഭക്തന്മാരൊക്കെയും മെശിഹായുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. ഭാരതീയ മഹർഷിമാർ പോലും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നടത്തുവാൻ സൃഷ്ടാവേ നിന്റെ വെളിച്ചം ലോകത്തിൽ അയക്കണമേ എന്നുള്ള ചങ്കുരുകിയുള്ള പ്രാർത്ഥന നിമിത്തം സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ വാഴ്ത്തപ്പെട്ട മശിഹ താണലോകത്തിലേക്ക് വന്നു. യേശു ഓരോ ദിവസവും ഭൂമിയിലായിരിക്കുമ്പോഴും തന്റെ കാലടികൾ ഗെത്സമനിയിലേക്ക് തന്നെ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള സത്യം തനിക്കറിയാമായിരുന്നു. താൻ ഏകനായി മാനവരാശിയുടെ പാവങ്ങളെ ചുമക്കേണ്ടി വരുമെന്നും സകല മാനവരാശിയുടെ അകൃത്യം പിതാവ് അവന്റെ മേൽ ചുമത്തുമെന്നും എല്ലാവരാലും കൈവിടപ്പെടുമെന്നും തന്റെ ശിക്ഷണങ്ങൾ തന്നെ ഓടി ഒളിക്കുമെന്നൊക്കെ യേശുവിന് അറിയാമായിരുന്നു. എങ്കിലും നന്നാ രാവിലെ സൂര്യോദയത്തിന് മുൻപ് വിശുദ്ധ ബൈബിൾ പറയുന്ന ഇരുളുള്ളപ്പോൾ തന്നെ അതിരാവിലെ നിർജ്ജന പ്രദേശത്ത് പോയി യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച വചനം എന്തെന്നറിയാമോ? ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ എടുത്തെഴുതിയിരിക്കുകയാണ്. 10-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ്: പിതാവേ, ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും പോലെ ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. പുസ്തകച്ചുരുളിൽ എന്താണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? അത് നിവർത്തിപ്പാൻ. ഒന്ന് വായിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും പോലെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരികയാണ്. മെസ്സിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ജനനം തുടങ്ങി അദ്ദേഹത്തിന്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും വ്യക്തമായി എഴുതിയിരിക്കുന്ന 4 സുവിശേഷങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വ്യക്തമായ ചരിത്രം എഴുതിയ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, രക്ഷാസുവിശേഷം എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച യോഹന്നാന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ എങ്ങും തന്നെ യേശു ഈ വാക്കു പറയുന്നത് സുവിശേഷകരെടുത്ത് എഴുതിയിട്ടില്ല. പക്ഷേ മശിഹാ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് ഈ വാക്കു പറഞ്ഞിരുന്നു. 40-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ അല്ലെങ്കിൽ പ്രവചന സങ്കീർത്തനത്തിൽ എഴുതി, ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും പോലെ ദൈവം തമ്പുരാനെ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. അപ്പോൾ നാം ദൈവ ഇഷ്ടം എന്ന വിഷയങ്ങളുടെ ആഴം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. 2 ദിശകളിൽ നിന്നാണ് നമുക്ക് വീക്ഷിക്കേണ്ടത്. ഒന്ന്, മനുഷ്യാവതാരം എടുത്ത് ദാനലോകത്തിൽ വന്ന വാഴ്ത്തപ്പെട്ട മശിഹായെ കുറിച്ചുള്ള പരിശുദ്ധ പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നു? ദാവീദ് പാടിയത്, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ബാല്യകാലം മുതലേ യുദ്ധം അഭ്യസിച്ച് പാറക്കെട്ടുകളിലും മലഞ്ചെരുവുകളിലും അലഞ്ഞ് ഒരു മല്ലനീ യോദ്ധാവുമായി തീർന്ന് അരമനയിൽ പാർക്കും കാലത്ത് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. അദ്ദേഹം തന്റെ ആഗ്രഹം പറയുമ്പോൾ മശിഹ സമർപ്പണമാണ് പറയുന്നത്. ദാവീദ് തന്റെ ആഗ്രഹം ഉന്നയിക്കുമ്പോൾ ഇതാ ദാവീദിന്റെ വംശത്തിൽ ഇശായിയുടെ മുളയിൽ നിന്ന് വന്ന മശിഹ തമ്പുരാൻ പറയുന്നു, ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരുവൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയം മശിഹായെ കുറിച്ചുള്ള പരിശുദ്ധ പിതാവിന്റെ ഇഷ്ടം എന്താണ്? സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ആരാഞ്ഞറിഞ്ഞ് ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ ലോകത്തിൽ അവൻ നേടുന്ന ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് ചൊവ്വ എന്ന മനോഹരമായ ഗ്രഹത്തെ ഗവേഷണം ചെയ്ത് നേടിയ അറിവല്ല. അവൻ അമേരിക്കയിലോ കാലിഫോർണിയയിലോ പോയി ഒരു വിഷയത്തിൽ ഉന്നതമായ PhD എടുക്കുന്നതല്ല. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അറിവ് അവൻ ഭൂമിയിലായിരിക്കുമ്പോൾ സൃഷ്ടാവ് അവനെ ഭൂമിയിൽ അയച്ചിരിക്കൊണ്ട് ഈശ്വരന്റെ ഹിതമറിഞ്ഞ് അവന്റെ ധർമ്മം പ്രവർത്തിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ അറിവിൽ ഏറ്റവും വലിയ അറിവ്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ സഹോദരങ്ങളെ. എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അല്ലെങ്കിൽ ഈശ്വരന്റെ ആ ആഗ്രഹം എന്താണെന്ന് ആരാഞ്ഞറിഞ്ഞ്, നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം ആരാഞ്ഞറിഞ്ഞ് അതിന്റെ നമ്മുടെ ധർമ്മം ചെയ്തു തീർക്കുന്നതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അറിവ്.
പാണ്ഡവരുടെ ചരിത്രം നിങ്ങൾ ബുക്കുകളിൽ വായിച്ചിട്ടില്ലേ? പഞ്ചപാണ്ഡവന്മാർ വനാന്തരത്തിൽ ആയിരിക്കും കാലത്ത് ഒരു നാൾ ഒരു രാക്ഷസൻ ഒരു കുളക്കരയിൽ ഈ പാണ്ഡവന്മാരിൽ ഒരുവൻ പോയി ഒരു കുളക്കരയിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഈ തടാകം എന്റേതാണ്, നീ എന്റെ അനുമതി കൂടാതെ, എന്റെ അനുവാദം കൂടാതെ നീ എന്തിനാണ് ഈ വെള്ളം കുടിച്ചത്? അതുകൊണ്ട് നീ മരിച്ചു പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. രാക്ഷസന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിന്ന് പാണ്ഡവരിൽ ഒരുവൻ മരിച്ചു. അവൻ വരാൻ താമസിച്ചപ്പോൾ അടുത്തവൻ പോയി. അങ്ങനെ എല്ലാവരും മരിച്ച് അഞ്ചാമൻ ചെന്ന് ചേരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ ഭൂതം പ്രത്യക്ഷപ്പെട്ടു, രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ തടാകം എന്റേതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞാൽ നിനക്ക് ഈ വെള്ളം കുടിക്കാം, നിന്റെ സഹോദരങ്ങൾക്ക് ജീവൻ പ്രാപിക്കും. ചോദിച്ചാട്ടെ, അങ്ങ് ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞു. ആകാശത്തെക്കാൾ വിശാലപ്പെട്ട് കിടക്കുന്നത് എന്തേന്ന് ചോദിച്ചു. ഒരു നിമിഷം മൗനം വീക്ഷിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ മനസ്സാണെന്ന്. ഭൂതത്താൻ കീഴടങ്ങി. 2 ഭൂമിയേക്കാൾ വലുതേതാണെന്ന് ചോദിച്ചു. അത് പ്രസവിച്ചു വളർത്തിയ അമ്മയാണെന്ന് പറഞ്ഞു. ഈശ്വരന് സൃഷ്ടാവിനോടുള്ള നിത്യനിയമം ഏതാണെന്ന് ചോദിച്ചു. അത് പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യനാണെന്ന് പറഞ്ഞു. ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവ് ഏതാന്ന് ചോദിച്ചു. ഈ ഭൂമിയിലേക്ക് ജീവൻ നൽകി അയച്ച സൃഷ്ടാവിന്റെ അവനെക്കുറിച്ചുള്ള പദ്ധതി അല്ലെ അവന്റെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. മനസാക്ഷികത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ഭക്തനായ യോബ് അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്റെ പ്രാണനെ നേരിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായി സാത്താൻ തന്റെ പ്രാണനെ വേട്ടയാടുമ്പോൾ ഒരു നാൾ അവൻ യഹോവയുടെ സിംഹാസനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ 1000 പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ച് അവന്റെ ധർമ്മം അവനോട് അറിയിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 1000 പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് കരുണ തോന്നി അവന്റെ ധർമ്മം അവനെ അറിയിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓർത്തോളണം സ്നേഹിതരെ, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ത് എന്നുള്ളത് അറിയണം. എങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ച് കാലം കഴിച്ചാൽ നിത്യതയുടെ കവാടത്തിന്റെ മുമ്പിൽ നാം ലജ്ജിതരായിത്തീരും. കർത്താവായ യേശുവിനെ പരിശുദ്ധ പിതാവ് ഭൂമിയിൽ അയക്കുമ്പോൾ നീതിയുള്ള പരിശുദ്ധ പിതാവിന് യേശുവിനെ കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അവൻ ആ ആട്ടിടയന്മാരുടെ പട്ടണത്തിൽ ജനിച്ചു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. പിന്നെ അവൻ പരിശുദ്ധാത്മപൂർണനായി ദൈവിക പ്രവർത്തികളെ ചെയ്തു. അന്തിമത്താഴത്തിന് ശേഷം ഗെത്സമനിയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ ഹിതം താൻ ആരാഞ്ഞറിഞ്ഞിരുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപ് അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുളോട് തന്നെ നിർജ്ജന പ്രദേശത്ത് പോയി പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ യേശുവിനെ കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു യേശുവിനെ കുറിച്ചുള്ള പിതാവിന്റെ ഹിതം? നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന വിഷയത്തിലേക്ക് പോകും മുൻപ് നമുക്ക് മുൻഗാമിയായി നിൽക്കുന്ന മശിഹായെക്കുറിച്ചുള്ള പിതാവിന്റെ ഹിതം ഒന്നാരാഞ്ഞറിയാം. വേദപുസ്തകത്തിന്റെ ആഴം പഠിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ ഒരു നീണ്ട നിര കാണാം. അവയിൽ എണ്ണപ്പെട്ടത് മാത്രം ചിന്തിക്കാം. താണലോകത്തിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരു ദാസന്റെ രൂപമെടുത്ത് താണലോകത്തിലേക്ക് വന്ന് മെസ്സിഹായെക്കുറിച്ചുള്ള പരിശുദ്ധ പിതാവിന്റെ ഹിതം എന്താണ്? മെസ്സിഹാ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വരുന്നതിന് ഏറെക്കുറെ 700 വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് മെസ്സിഹായുടെ പിതാവിന്റെ ഹിതം ആരാഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം മറ്റൊന്നുമല്ല, അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. വായിച്ചാൽ, എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം, ദൈവം തമ്പുരാൻ ഇഷ്ടം തോന്നി. ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മെസ്സിഹ ഗെത്സമനിയിലേക്ക് കാലടികൾ വയ്ക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അവനെ തകർത്തു കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പാപം ചെയ്ത് ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു പോയ മാനവരാശിയുടെ പാപവും അകൃത്യവും മെസ്സിഹായുടെ മേൽ ചുമത്തി ഗെത്സമനി തുടങ്ങി ഗോൽഗോഥായോളം പീഡനം അനുഭവിച്ച് അവൻ മാനവരാശിക്ക് വേണ്ടി മരിച്ച് അവന്റെ കാൽവറി മരണത്താൽ നിത്യതയുടെ കവാടം തുറക്കുക എന്നുള്ളതായിരുന്നു പരിശുദ്ധ പിതാവിന് യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പദ്ധതി. അങ്ങനെ സ്വർഗം ഒരു പദ്ധതി ഒരുക്കിയതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അതിൽ സന്തോഷമുള്ളവർ കരങ്ങളുയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിന്റെ ഒന്നാമത്തെ വിഷയം അവനെ തകർത്ത് കളയുക എന്നാണ്. ബ്രോക്കൺ എന്നൊരു വാക്കാണ്. അത് ലാറ്റിൻ വാക്കിൽ നിന്ന് കുടിയേറിയതാണ്. മനോഹരമായൊരു മൺപാത്രം നിങ്ങൾ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് കടുപ്പമുള്ള ഒരു പ്രതലത്തിൽ വലിച്ചെറിഞ്ഞ് അവ പൊട്ടിച്ചെതറിയിട്ട് വീണ്ടും അതിന് പഴയ രൂപം വരുത്താൻ കഴിയാത്തവണ്ണം ചിന്നിച്ചെതറിപ്പോകുന്നതായിരുന്നു ബ്രോക്കൺ. എന്താ പറഞ്ഞത്? അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായേ, നിന്നെ എന്നേക്കുമായി ഗോൽഗോഥാ മലമടക്കിലെറിഞ്ഞ് നിന്റെ വിരൂപത്താൽ പാപം ചെയ്തു ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് ദൈവസ്വരൂപം തരേണ്ടതിന് മശിഹാ തമ്പുരാൻ ഇതാ തകർക്കപ്പെടുകയാണ്. അപ്പോൾ യേശുവിനെ തകർക്കുക എന്നുള്ളതാണ് പരിശുദ്ധ പിതാവിന്റെ ഒന്നാമത്തെ പദ്ധതി. രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. രണ്ടാമത് അവനെക്കുറിച്ചുള്ള പദ്ധതി യേശു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുകയാണ്, എന്താണ് പിതാവിന്റെ ഇഷ്ടം? തന്റെ ഏകജാതനെ ലോകത്തിൽ അയക്കുമ്പോൾ മാനവരാശി അവനെ നോക്കി വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു അവനെക്കുറിച്ചുള്ള പിതാവിന്റെ ഹിതം. വായിച്ചാൽ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, വചനമായവൻ ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി താൻ ലോകത്തിൽ വന്നു മാനവരാശിയോടുകൂടെ പാർക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് മഹത്വമേറിയൊരു ദൗത്യമേൽപ്പിച്ച് പരിശുദ്ധ പിതാവ് തന്നെ അയക്കുമ്പോൾ ആ ദൗത്യത്തിലൊന്ന് അവൻ തകർക്കപ്പെടണം. അവന്റെ ദേഹമെന്ന തിരശീല ചീന്തേണം. അവൻ വെട്ടേച്ച് ആടുകൾ ചെതറിയോടേണം. അവന്റെ കാൽവരിയുടെ പരമയാഗത്താൽ നിത്യതയുടെ കവാടം തുറക്കേണം. ഇതായിരുന്നു പിതാവിന് യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ഹിതം. രണ്ടാമത്തെ ഹിതം എന്ത്? അവനെ നോക്കി വിശ്വസിക്കുന്നവൻ യഹൂദനോ യവനനോ ദാസനോ ആര്യനോ ദ്രാവിഡനോ കറുത്തവനോ വെളുത്തവനോ സമ്പന്നനോ ദരിദ്രനോ ആരുമായിക്കൊള്ളട്ടെ, മശിഹായുടെ ക്രൂശ് മരണത്തെ നോക്കി വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്പെടണം എന്നാകുന്നു എന്റെ പിതാവിന്റെ ആഗ്രഹം. 1900 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോത്തായിൽ തകർക്കപ്പെട്ട മശിഹായുടെ ക്രൂശിനെ നോക്കി നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ നീതിയുള്ള പരിശുദ്ധ പിതാവ് അത് എല്ലാ കാലത്തും ആഗ്രഹിച്ച ആഗ്രഹമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി അടുത്ത ആഗ്രഹം എന്താണ്? യേശു പറയുന്നു, എന്റെ പിതാവ് എന്നെ ലോകത്തിൽ അയച്ചപ്പോൾ എന്നെക്കുറിച്ചുള്ള ഇഷ്ടമെന്ത്? അന്തിമ പുനരുത്ഥാനത്തിന്റെ നാളിൽ യേശുവിന്റെ പക്കലേൽപ്പിച്ച എല്ലാവരെയും പുനരുത്ഥാനത്തിൽ പങ്കാളികളാക്കണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 6:39 വായിച്ചാൽ, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്താണ് യേശുവിനെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം? യേശു പറയുകയാണ്, 3 കാര്യം പറഞ്ഞു. 1 യെശയ്യാവ് പറഞ്ഞു, അവൻ തകർക്കപ്പെടണം. 2 മാനവരാശി അവനെ നോക്കി വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. 3 ഒടുക്കത്തെ നാളിൽ. ഒന്നുകൂടെ വായിച്ചാൽ, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ അവൻ എന്റെ പക്കൽ തന്നിട്ടുള്ള ഒന്നിനെയും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഗെത്സമനിയിലേക്ക് പോകുന്ന വാഴ്ത്തപ്പെട്ട മശിഹായെ കുറിച്ചുള്ള പരിശുദ്ധ പിതാവിന്റെ ഇഷ്ടം എന്താണ്? അവൻ തകർക്കപ്പെടണം. അവനിൽ മാനവരാശി വിശ്വസിക്കണം. അവനിൽ വിശ്വസിച്ച് മരിക്കുന്നവൻ കാഹളധ്വനിയോടെ മടങ്ങി വരുന്ന മശിഹായെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടണം. ഇതാകുന്നു എന്നെ ഭൂമിയിലേക്ക് അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ ഇഷ്ടമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. എല്ലാം വിശദമായി ചിന്തിക്കുവാൻ സമയം പോരാ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായി നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണ്? തിരുവഴുത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരിക്കും? നമ്മുടെയൊക്കെ ആയുസ് ഭൂമിയിൽ എണ്ണപ്പെട്ടത് മാത്രമാണ്.
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പലരും ഇതിന്റെ ആഴങ്ങളൊന്നും അറിയുന്നില്ല. അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടി തങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ സ്വയം ആശ്വാസം പ്രാപിച്ച് തങ്ങളുടെ മനസ്സിൽ ഒരു സ്വർഗം കെട്ടിപ്പണിത് ഇങ്ങനെ പോവുകയാണ്. സ്നേഹിതരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നുമല്ല നിത്യത. ദൈവം നീതിമാനാണ്. തന്റെ നീതി വിട്ട് ഇടംബലമൊന്നും പോകത്തില്ല. എന്നെ പ്രതി നിങ്ങളെ പ്രതി ഒന്നും ചെയ്യത്തില്ല. താൻ ഓരോ ചെറിയ വാക്കുകളിൽ പോലും താൻ നീതിയോടെ വിധിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരുന്ന ദൈവത്തെ സ്തുതിച്ച് ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് പരമാർത്ഥതയായി ജീവിച്ചാൽ, മരണമെന്ന വാക്ക് ബൈബിളിൽ 2 ഭാഗം എടുത്തെഴുതി. ഒന്ന് നിര്യാണം, മറ്റൊന്നും മരണം. മരണമെന്ന മലയാള വാക്കിന്റെ എബ്രായ വാക്ക് മാമത്ത് എന്നാണ്. മാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം മനോഹരമായ പ്രപഞ്ചം വിട്ട് ഒരു നാളും മടങ്ങി വരാത്ത നിത്യയാത്രയാണ് മരണം. ഓർത്തു നോക്കണമേ, ആയുസിന്റെ മധ്യത്തിൽ മരിക്കുന്നവരുണ്ട്, വാർദ്ധക്യാവസ്ഥയിലെത്തി മരിക്കുന്നവരുണ്ട്, ശിശുപ്രായത്തിലെത്തി മരിക്കുന്നവരുണ്ട്. ആരും മടങ്ങി വരുന്നില്ല. മരണാനന്തരം നന്മയും തിന്മയും ചെയ്യുവാനുള്ള ശേഷി നമുക്കില്ല. ദേഹിയും ആത്മാവും ആ വിശ്രാമത്തിലേക്കോ യാതനയിലേക്കോ പോകും. ദേഹമെന്ന മനോഹരമായി ശരീരം ഭൂമിയിലേക്ക് പൊടിഞ്ഞു ചേരും. ഓർത്തുകൊള്ളണമേ, ജീവിതത്തിന്റെ അവസരങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ ഒരു നാൾ പോലും നമുക്കെന്നോടൊന്ന് കാണാനോ സംസാരിക്കാനോ ഇടം കിട്ടത്തില്ല. പലപ്പോഴും ജീവിതത്തിൽ അതൊന്ന് ചിന്തിച്ചുകൊള്ളണം. നമ്മൾ ചിന്തിക്കുന്ന മനോഹരമായ ഒരു സ്വർഗമാണ്. ആ സ്വർഗം നമ്മുടെ ആഗ്രഹം നല്ലത് തന്നെ. പക്ഷേ സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്നും സ്വർഗത്തിൽ പോകേണ്ട വഴികൾ എന്താണെന്നും പറഞ്ഞ യേശുവിന്റെ വാക്ക് ശ്രദ്ധയിൽ സൂക്ഷിച്ചു കൊള്ളണമേ. പലരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെയൊക്കെ ചിന്ത നമുക്കവിടെ ഒരു 5-6 ഏക്കർ ഉണ്ടെന്നുള്ള ചിന്തയാണ്. നമ്മുടെ കയ്യിലാ തന്നിരിക്കുന്നത്. അവനെ അവിടെ ഇരുത്തണം, മറ്റവനെ അപ്പുറത്തിരുത്തണം. ഇതൊക്കെ നമ്മളങ്ങ് പ്ലാൻ ചെയ്യാറുണ്ട്. ഇതൊന്നും പറഞ്ഞ് നമുക്ക് നിത്യതയിലെത്താൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. വേദപുസ്തകം വ്യക്തമാണ്. അത് പറയുന്നത് പോലെ ജീവിക്കണം. ഇനി ഒക്കുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാനോട് നേര് പറയണം. നേരങ്ങ് പറയണം. തമ്പുരാൻ എന്നെ കൊണ്ടൊക്കെ മാക്സിമം ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ. ഒരുപാട് സൂത്രം പരിപാടി നമ്മൾ നിൽക്കരുത്. പരമാർത്ഥതയ്ക്ക് എല്ലാ കാലത്തും മാന്യതയുണ്ട്. അടുത്ത കാലത്തൊരു കുഞ്ഞു ബാലൻ അപ്പനോട് പറഞ്ഞതാ, ഡാഡി ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന സിദ്ധാന്തം കൊണ്ടിരിക്കരുത്. കുഞ്ഞു ബാലൻ, അവന് 5 വയസ്സേ ഉള്ളൂ. അപ്പന് ഉരുകി ചങ്ക് കത്തിപ്പോയി. അപ്പനോട് പറയാണ്, ഡാഡി ഈ ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന പരിപാടിക്ക് ഇരിക്കരുത്. നമ്മളാരും ചിറകൊഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ദൂതന്മാരല്ല, മണ്ണുകൊണ്ടുണ്ടാക്കിയവരാണ്. ദാസപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഡാഡി ഈ തരികടയൊക്കെ കളഞ്ഞു മാനസാന്തരപ്പെടും. പെട്ടിട്ട് ആത്മാവി നിറഞ്ഞ അന്യഭാഷ പറഞ്ഞാട്ട് ഏതായാലും അവൻ കോണം പിടിച്ചതോടുകൂടി അവന്റെ വല്യപ്പന്മാരും ഇറങ്ങി ഇതിനകത്താണ്. അനേക വാസ്തുമാരുടെ പ്രസംഗം കേട്ടിട്ടും ഗുണം പിടിക്കാത്തവനാ കുഞ്ഞു ബാലം പറഞ്ഞപ്പം ഗുണം പിടിച്ചു. അവൻ 1-2 കാര്യം പറഞ്ഞു. എല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ കറക്റ്റ് 1-2 കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ കൈയും കാലും ഇട്ടടിച്ചിട്ടൊന്നും കാര്യമില്ല. നേരെ ഇവനെ ആരാധനയ്ക്ക് പോകണം, പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് വല്ലതും ദൈവം തമ്പുരാൻ തന്നാലേ അത് കറച്ച് ദശാംശം വെയ്ത്തോമി കൊണ്ടു കൊടുക്കണം. ശനിയാഴ്ച വരെ സകല തരികടയും കാണിച്ചു ഞായറാഴ്ച അവിടോട്ട് പോയി പ്രകടനമൊന്നും കാണിക്കരുത്. ഒക്കുന്നില്ലെന്നങ്ങ് പറയാം. എന്തായാലും അവൻ അക്കാലം വരെ ചെയ്യാത്ത പല കാര്യവും ചെയ്ത് ഞാനും അത്ഭുതപ്പെട്ടു. എന്നിട്ട് എന്നെ ഫോൺ ചെയ്തേച്ചു പറഞ്ഞു, ഇവൻ എന്നെ നന്നാക്കുമെന്നാ തോന്നുന്നു വെച്ചാ. ഞാൻ ചോദിച്ചു എന്തു പറ്റിയോ? എന്നോട് പറഞ്ഞു വേഷം കെട്ടിൽ നിൽക്കരുതേ, ഒക്കുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ആത്മീയ മണ്ഡലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണം യാഥാർത്ഥ്യമാണോ? 1900 വർഷം മുമ്പ് യേശു ക്രൂശിക്കപ്പെട്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണോ? അതോ ആരെങ്കിലും ബാലരമയിലോ പൂമ്പാറ്റയിലോ വായിച്ച കെട്ടുകഥയാണോ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ ക്രൂശ് മരണം യാഥാർത്ഥ്യമാണോ? യേശു മരിച്ചോ? യേശു അടക്കപ്പെട്ടോ? യേശു ഉയർത്തോ? യേശു സ്വർഗാരോഹണം ചെയ്തോ? യേശു ഇന്നും ജീവിക്കുന്നുവോ? അത് യാഥാർത്ഥ്യമാണെങ്കിൽ യേശു മുഖാന്തരമുള്ള രക്ഷയും യേശു മുഖാന്തരമുള്ള ജയജീവിതവും യാഥാർത്ഥ്യമാണ്. ആ ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോഴും ആ യാഥാർത്ഥ്യം ഉള്ളിൽ സൂക്ഷിച്ചാട്ടെ. അതങ്ങനെയും ഇതിങ്ങനെയെന്ന് പറയുന്ന സിദ്ധാന്തം ശരിയല്ല. ഒന്നേ ഉള്ളൂ നേരായത് യേശുവിന്റെ ക്രൂശ് മരണമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരാം. കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് അശ്രദ്ധയുണ്ടാക്കി ദൈവസാന്നിധ്യം കളയരുത്. തിരുവഴുത്തിലേക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. തിരുവഴുത്തിൽ അടുത്തതായി നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി? എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ഷോർട്ടായിട്ട് 1-2 കാര്യം ഞാൻ പറയാം. എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധി? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 3-ാം വാക്യം. സോറി, 3-ാം വാക്യം 1 തെസ്സലോനിക്കർ 4:3 ഒന്നുകൂടെ വായിച്ചാടാ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അപ്പൊ നമ്മൾ ദൈവേഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ. പല കാര്യം നമ്മൾ ക്രമപ്പെടുത്താതെ ഇനിയും പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? പലർക്കും ഇത് അറിഞ്ഞുകൂടാ. പണ്ടൊരിക്കലൊരു സാധുവായ സ്ത്രീ, അവർക്ക് ആസ്മാരോഗം പിടിച്ചു. ആസ്മാരോഗം പിടിച്ചപ്പം ഭർത്താവിന് വലിയ സ്നേഹമാണ്. അദ്ദേഹം പോയൊരു വൈദ്യനെ കണ്ടു മരുന്ന് മേടിച്ചു. ആ മരുന്ന് മേടിച്ചപ്പോൾ ആ മരുന്നിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ്, കഷായമാണല്ലോ, അപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഈ കുപ്പി ശരിക്കൊന്ന് കുലുക്കിയിട്ട് എന്ത് ചെയ്യാവും, ശരിക്കും കുപ്പി ഒന്ന് കുലുക്കിയിട്ട് നല്ലവണ്ണം, അത് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു, നല്ലവണ്ണം കുലുക്കിയിട്ട് അതിന് അടിയിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാം കൂടെ മിക്സ് ആയിട്ടേ കൊടുക്കാവുന്നു. ഇദ്ദേഹം ഓടി പിടിച്ചിങ്ങോട്ട് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ കുപ്പിയാണോ പിടിച്ച് കുലുക്കേണ്ടത്, വാരിയാണോ പിടിച്ച് കുലുക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്നാലും ഭാര്യയുള്ള സ്നേഹം കൊണ്ട് ആസ്മ പിടിച്ച് നേരെ നിൽക്കാൻ വയ്യാത്ത സാധു സ്ത്രീയെ പിടിച്ച് 5-6 കുലുക്കങ്ങ് കുലുക്കി. അയ്യോ അയ്യോ എന്നെ വിടോ വിടോ എന്ന് പറയുമ്പോ പിന്നെയും പിടിച്ച് കുലുക്കുക. പ്രിയമുള്ളവര്, കുപ്പിയാണ് കുലുക്കേണ്ടത്, അല്ലാതെ ആസ്മ പിടിച്ചവരെ അല്ല. അപ്പൊ നമ്മൾ ആ പറയപ്പെടുന്നത് പോലെ വേണം ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൂട്ടിയിട്ട് നമുക്ക് വാഗ്ദത്തം കിട്ടുമെന്ന് പറയരുത്, പദ്ധതി പാളിപ്പോകും. ശ്രദ്ധിക്കുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നറിയാമോ? നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മളെല്ലാം വിശുദ്ധരാകണമെന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം. എങ്ങനെ നമുക്ക് വിശുദ്ധരാകാം? ഭക്തനായ യോബ് ഒരു ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഇല്ലേ ഇല്ല. ആദാമെന്ന ആദിമ മനുഷ്യൻ പാപം ചെയ്താറേ അവന്റെ ജീവ ഉറവയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ 6000 വർഷമായി ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപികളാണ്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് രാജാവ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനാണെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് വിശുദ്ധനായി തീരാം? അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുമില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ദാവീദിന്റെ ഭാഷയിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷെ അശുദ്ധനായി ജനിച്ചവന് വിശുദ്ധനായി തീരാൻ ഒക്കുമോ? വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. എന്തായിരിക്കും ഈ വിശുദ്ധി? സർവ്വസാധാരണയായി നമ്മൾ പറയുന്നൊരു വാക്കാണ് ഈ വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധി. എന്തായിരിക്കും വിശുദ്ധി? ഓരോ മതങ്ങളുടെയും വിശ്വാസ പ്രമാണം വിശുദ്ധിക്ക് പല ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലെ പുരാതന മഹർഷിമാരുടെ അറിവനുസരിച്ച് അവരുടെ വിശുദ്ധി നന്നാരാവിലെ എഴുന്നേറ്റ് പോയി കുളത്തിൽ കുളിച്ച് സൂര്യ നമസ്കാരം നടത്തി ഭഗവാനെ തൊഴുത് ആ ഭഗവാന്റെ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ ആ ക്ഷേത്രത്തിലെ ഭസ്മമെടുത്ത് നെറ്റിയിൽ പൂശുന്നത് ഭാരതീയരുടെ വിശുദ്ധിയുടെ അടയാളമായിരുന്നു. യഹൂദന്റെയും ഇസ്ലാമികന്റെയും പ്രമാണമനുസരിച്ച് അവൻ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവന്റെ കൈകാലുകൾ കഴുകുന്നത് അതൊരു വിശുദ്ധിയുടെ ഭാഗമാണ്. ക്രൈസ്തവരായ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ വിശുദ്ധി? സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധി, വിശുദ്ധന്മാർ. ഇങ്ങനെ വിശുദ്ധിയോട് ചേർന്ന പ്രസംഗം, ബൈബിൾ സ്റ്റഡി, പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരിക്കും ഈ വിശുദ്ധി എന്ന് പറയുന്നത്? പൊതുവെ അങ്ങനെ പറയാറില്ലേ? ചില കൺവെൻഷനുകളിൽ പ്രാർത്ഥനാ ലിസ്റ്റ് കിട്ടാറുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാൻ പാസ്റ്റർമാര് പ്രാർത്ഥിക്കണം. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന തിരുവെഴുത്തിന്റെ ആഴം നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ വിശുദ്ധിക്ക് 3 ദിശകളുണ്ട് സഹോദരങ്ങളെ. അതിൽ ഒന്നാമത്തെ ദിശ എന്ന് പറയുന്നത് സമാധാനമാണ്. ഒരു മനുഷ്യൻ വിശുദ്ധനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദുഷ്ടന് സമാധാനമില്ല. ദുഷ്ടന് സമാധാനമില്ലെങ്കിൽ പിന്നെ വിശുദ്ധൻ എന്തുണ്ട്? ദുഷ്ടന് സമാധാനമില്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പൊ നമ്മുടെ വിശുദ്ധിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനം ഉണ്ടായിരിക്കും. നന്നായിട്ടൊന്ന് അറിഞ്ഞാട്ട്. പലരും വിശുദ്ധരാണെങ്കിലും വേണ്ടത്ര സമാധാനം അവർക്കില്ല. പല്ലിനടയിൽ തേങ്ങാപ്പീര കയറിയ നാക്കടങ്ങിയിരിക്കാത്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടിട്ടില്ല. അവർക്ക് സമാധാനമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ സമാധാനം കൂടെ കെടുത്തുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വിശുദ്ധിന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ബേസിക് ഏതാണ്? നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ലോകത്തിലെ ദൗത്യങ്ങളെല്ലാം തികച്ച് പരിശുദ്ധ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകുന്ന അന്തിമ നിമിഷത്തിൽ താൻ തന്റെ സ്ത്രീകന്മാരോട് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലല്ല. അപ്പോൾ നിങ്ങളുടെ വിശുദ്ധിയുടെ ഒന്നാമത്തെ ഭാഗം ഹൃദയത്തിൽ വലിയ സമാധാനം കാണും. യെശയ്യാവിന്റെ വാക്കൊന്ന് വായിക്കാമോ? പ്രവാചകനായ യെശയ്യാ പറയുന്നു, ദുഷ്ടന് സമാധാനമില്ല. ദുഷ്ടന് സമാധാനമില്ലെങ്കിൽ
മറുഭാഗം എന്താണ്? വായിക്കാമോ? കണ്ടില്ലല്ലേ? ദുഷ്ടന് സമാധാനമില്ല. അങ്ങനാണെങ്കിൽ വിശുദ്ധൻ എന്തുണ്ട്? സമാധാനമാണ്. അപ്പോൾ ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യും. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അങ്ങനാണെങ്കിൽ വിശുദ്ധന്മാർക്ക് സമാധാനമുണ്ട്. അപ്പോൾ യേശുവിൽ നിന്ന് പ്രാപിച്ച സമാധാനം സൂക്ഷിച്ച് അതിൽ ജീവിക്കുന്നത് വിശുദ്ധിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാം ശ്രദ്ധിച്ചാട്ട്, വിശുദ്ധിയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതാണ്. ഇനിയും വിശുദ്ധിയുടെ രണ്ടാമത്തെ വശം ഏതാണെന്നറിയാമോ? വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് 3 പ്രമാണങ്ങൾക്ക് വിധേയരാണ്. ഒന്നാമത്തെ പ്രമാണം നമ്മുടെ മനസാക്ഷി, രണ്ടാമത്തെ പ്രമാണം നമ്മുടെ പക്കലിരിക്കുന്ന തിരുവെഴുത്ത്, മൂന്നാമത്തെ പ്രമാണം നാം ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ. ഇവ 3 നമ്മൾ പാലിച്ചേ ഒക്കത്തുള്ളൂ സഹോദരങ്ങളെ. നമ്മുടെ മനസാക്ഷി ഒരു പ്രമാണമാണ്, തിരുവെഴുത്ത് ഒരു പ്രമാണമാണ്. നമ്മുടെ ഭാരതഭൂമിയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തുടങ്ങി ഭാരതീയർ പാലിച്ചു വരുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ ഒരു പ്രമാണമാണ്. പക്ഷെ ഇവയെല്ലാം ഏറെക്കുറെ ഇവയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിൽ നിന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കോടതികളിലെ പ്രമാണം മോശയ്ക്ക് സീനായിൽ ദൈവം തമ്പുരാൻ കൊടുത്തതാണ്. അത് ഇസ്രായേലിന്റെ പക്കൽ കിട്ടി. ഇസ്രായേലിന്റെ പക്കൽ നിന്ന് പിൽക്കാലത്തത് പുറം ജാതികളുടെ കിട്ടി. ഏറ്റവും ഒടുവിൽ അത് ബ്രിട്ടീഷുകാരിൽ കിട്ടി. അവർ കോളനി വാഴ്ച നടത്തിയ എല്ലാ രാജ്യങ്ങളിലും ഈ ബൈബിൾ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിലെ എല്ലാ പീനൽ കോഡുകളും, അല്ലെങ്കിൽ സുപ്രീം കോടതി തുടങ്ങി താഴോട്ടുള്ള എല്ലാ കോടതി നിയമങ്ങളും ഒരു 99% ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, സഹോദരനെതിരെ നീ ദൂഷണം പറയരുത്, നിന്റെ അപ്പച്ചനെയും അമ്മയും നീ ബഹുമാനിക്കണം. ഇങ്ങനെയുള്ള പ്രമാണമൊക്കെ ബൈബിളിൽ എഴുതി അത് ഇസ്രായേലിന് മോശയുടെ കിട്ടി. മോശ ഇസ്രായേലിന് കൊടുത്തു. ഇസ്രായേലിലേക്ക് അത് പുറം ജാതികളിൽ പോയി. പിൽക്കാലത്ത് അത് ബ്രിട്ടന്റെ കയ്യിൽ കിട്ടി. ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ച ലോകമെമ്പാടും കിട്ടി. നമ്മുടെ രാജ്യം വിട്ട് അവർ പോകുമ്പോഴും നിയമങ്ങളൊക്കെ അവർ എഴുതി തന്നു. ശേഷിപ്പുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കർ കൂടെ ചേർന്ന് എഴുതി ചേർത്തതാണ് ഭാരതത്തിലെ നിയമങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ 3 നിയമങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ പ്രമാണവും, നിങ്ങളുടെ പക്കലിരിക്കുന്ന തിരുവെഴുത്തിന്റെ പ്രമാണവും, നിങ്ങൾ ജനിച്ചു വളർന്ന രാജ്യത്തിന്റെ നിയമവും, നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് വിശുദ്ധി എന്ന് പറയാം. നമ്മൾക്കെല്ലാവർക്കും നമ്മുടേതായ ധാർമ്മികത ഉണ്ട്. മനസ്സാക്ഷി പറയുന്നതും ബൈബിൾ പറയുന്നതും രാജ്യ നിയമങ്ങൾ പറയുന്നതുമായ ദോഷങ്ങളെ വിട്ടൊഴിഞ്ഞ് ദുഷ്ടതയെ വെറുത്ത് പിന്നെ നീതിയെ സ്നേഹിച്ച് ജീവിക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് എന്തു പറയാം? വിശുദ്ധി എന്ന് പറയാം. ഇതാണ് വിശുദ്ധിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനിയും വിശുദ്ധിയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഒരു നാൾ പാളയത്തിൽ മോശയോട് പറഞ്ഞു, മോശേ, നീ ഇസ്രായേലിനോട് പറക, ഞാൻ വിശുദ്ധനായിരിക്കും പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ. അതെന്താണ് ദൈവത്തിന്റെ വിശുദ്ധി? ദൈവം നിയമങ്ങളെ ലംഘിക്കുമോ? ദൈവത്തിന് സമാധാനമില്ലാത്ത ദിവസങ്ങളുണ്ടോ? ഇല്ലേ ഇല്ല. ദൈവം വിശുദ്ധനെന്ന് പറയുമ്പോൾ ദൈവത്തിന് നീക്കപ്പെടാത്ത ചില ധാർമ്മികതകളുണ്ട്. ഒന്ന്, ദൈവം വിശ്വസ്തനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം ദയയുള്ളവനാണ്, 1000 തലമുറയോട് ദയ പുലർത്തുന്നവനാണ്. അതാണ് ദൈവത്തിന്റെ വിശുദ്ധി. ആകയാൽ ആ വിശുദ്ധിയെ വാഞ്ചിക്കുമ്പോൾ നാം ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ചുരുക്കം. എന്താണ് ഈ വിശുദ്ധി? ഒന്ന്, സമാധാനം സൂക്ഷിക്കുക. 2, മനസ്സാക്ഷിയും പ്രമാണവും പറയുന്ന ദുഷ്ടതകളെ വെറുത്ത് നേരായി ജീവിക്കുക. 3, ദൈവിക സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുക. ദൈവം പറഞ്ഞത് ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരാകണമെന്നാണ്. ദൈവം കരുണയുള്ളവനാണ്, വിശുദ്ധന്മാർ കരുണയുള്ളവരായിരിക്കണം. ദൈവം ദയുള്ളവനാണ്, വിശുദ്ധന്മാരും ഭൂമിയിൽ ദയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ബോർഡ് എഴുതി ഒട്ടിച്ചതുകൊണ്ടോ വലിയൊരു സ്റ്റിക്കർ അടിച്ച് നമ്മുടെ നെറ്റിയിൽ ഒട്ടിച്ചതുകൊണ്ടോ അല്ല. സമാധാനം സൂക്ഷിച്ച് പ്രമാണങ്ങളെ പാലിച്ച് ദൈവിക സ്വഭാവങ്ങളെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ അതിന് നമുക്ക് വിശുദ്ധി എന്ന് പറയാം. എന്നാൽ ഈ വിശുദ്ധിയുടെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് 7 സ്റ്റെപ്പുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധി 7 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം. വായിക്കേണ്ട വാക്യം ഇങ്ങനെയാണ്: അവന്റെ ക്രൂശു മരണത്താൽ നാം വിശുദ്ധരായി തീർന്നു. അത് മാത്രം ഒന്ന് വായിക്കും. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ
യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, വിശുദ്ധി നമ്മുടെ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഭാഗമാണ്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. യേശുവിനെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊന്ന്, നിങ്ങൾ വിശുദ്ധരായി തീരണം. വിശുദ്ധിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മശിഹായുടെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കണം. അത് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തും. വിശുദ്ധിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എഫെസ്യ ലേഖനം 5:28 ഒരു വാക്കുണ്ടല്ലോ, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. വിശുദ്ധിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വചനത്തോടുകൂടിയ ജലസ്നാനമാണ്. വചനരഹിതമായ 365 സ്നാനമെടുത്താലും അത് നമ്മെ വിശുദ്ധിയിലേക്ക് നടത്തത്തില്ല. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. എഫെസ്യ ലേഖനം 5:28. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. ഇനി മൂന്നാം ഭാഗത്തേക്ക് വരാം. വിശുദ്ധിയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 15:15 വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനില്ലെന്ന് തിരുവെഴുത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ വിശുദ്ധനായി തീരുവാൻ സ്വർഗമൊരുക്കുന്ന പദ്ധതികൾ നിങ്ങൾ കണ്ടോ? ഒന്ന്, മശിഹായുടെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക. 2, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധരായി തീരുക. 3, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുക. റോമാലേഖനം 15:15. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു. 4ാം സ്റ്റെപ്പിലേക്ക് കടന്നു വരാം. അത് ദൈവ വചനത്താലാണ്. മശിഹാ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, നിന്റെ വചനം സത്യമല്ലോ, നിന്റെ വചനത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധന്മാർ ദൈവവചനത്തിന്റെ ആഴം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൈക്കൊള്ളുമ്പോൾ ഇതാ നിങ്ങളുടെ ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂശ് മരണത്തിൽ ആരംഭിച്ചു വചനത്തോടുകൂടിയ ജലസ്നാനമാണ് അടുത്ത സ്റ്റെപ്പ്. പരിശുദ്ധാത്മാവിന്റെ ആ പ്രാപിക്കലാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തേത് വചനമാണ്. നിന്റെ വചനം സത്യമാണ്, വചനത്താൽ നീ ഇവരെ വിശുദ്ധീകരിക്കണമേ. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ദൈവമക്കളെ ശിക്ഷണം വിശുദ്ധിയുടെ ഭാഗമാണ്. ഹെബ്രായ ലേഖനം 12-ാം വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, താൻ സ്നേഹിക്കുന്ന ഏവനെയും ദൈവം ശിക്ഷിക്കുന്നു. എന്ന് വായിക്കാമോ? 12:6. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അടുത്തത്, എന്നിങ്ങനെ മക്കളോട് പോലെ താഴെ ഒരു വാക്ക് പൗലോസ് പറയുക, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവോളം നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്റെ വിശുദ്ധി പ്രാപിക്കുന്നത് വരെ. അടുത്തത്, നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ശിക്ഷണത്തിന്റെ പിന്നിൽ ദൈവവിശുദ്ധി ഉണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നുവോ? സ്വർഗം നമ്മെ ശിക്ഷിക്കുന്ന ശിക്ഷണത്തിന്റെ പിന്നിൽ നമുക്ക് വിശുദ്ധിയുണ്ട് സഹോദരങ്ങളെ. 7 സ്റ്റെപ്പാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ക്രൂശ് മരണത്തിൽ ആരംഭിച്ചു ജലസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, വചനത്തോടുകൂടിയുള്ള ശുദ്ധീകരണം. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ശിക്ഷണമാണ്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ ശിക്ഷണം ദോഷമെന്ന് ഭോഷൻ പറയുന്നെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അല്ല സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശിക്ഷണം സ്നേഹത്തിന്റെ രൂപമാണ്. താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കും. എത്ര നാളുവരെ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുന്നവരെ. എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയുടെ ഒരു സ്കെയിൽ, ഒരു മാനദണ്ഡം സ്വർഗത്തിലെ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എത്തുന്നതുവരെ നമ്മളെ ഉരച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും 6 മുള കണ്ണാടി കണ്ടിട്ടുണ്ടോ? പുരാതന കേരളക്കരയുടെ വലിയ അഭിമാനമായ ഒന്നാണ് 6 മുള കണ്ണാടി. രാജകൊട്ടാരങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇപ്പോൾ കടൽ തീരത്ത് കിടക്കുന്ന മണലരിച്ച് കണ്ണാടി ഉണ്ടാക്കിയതോടുകൂടി 6 മുള കണ്ണാടിയുടെ പ്രാധാന്യം പോയി. അതൊരു പ്രത്യേക ലോകമാണ്. അതിങ്ങനെ ഏത് രൂപത്തിൽ വെട്ടിയെടുക്കണമോ വെട്ടിയെടുത്ത ശേഷം അതിനെ രൂപപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടോ? അത് ആദ്യം നല്ല പരുക്കൻ പേപ്പറിട്ട് ഉരച്ചുകൊണ്ടിരിക്കും. ഒരച്ചൊരിച്ച് നിയമിതകാലം കഴിഞ്ഞ് കൈ ഇങ്ങനെ ഓടിച്ചു നോക്കും. അതിനുശേഷം അതിനേക്കാൾ നൈസായുള്ള പേപ്പറിട്ട് ഇങ്ങനെ ഓടിക്കും. ഒടുവിൽ ഏറ്റവും മൃദുവായ പേപ്പറിട്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കും. നമ്മളിത് ചെയ്യുന്ന ആശാനോട് ചോദിക്കുക, ആശാനെ എന്താണ് ഇതിന്റെ ബേസിക്, എങ്ങനെയാണ് ഇതിന്റെ പൂർണ്ണത, നിങ്ങൾ എത്ര കാലം ഉരയ്ക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ബ്രദർ ജോസേ, ഞാൻ നോക്കുമ്പോൾ എന്റെ മുഖം
പൂർണ്ണമായി ഈ കണ്ണാടിയിൽ എപ്പോൾ കാണാൻ ഒക്കുന്നോ അന്നേരം വരെ ഒരച്ചുകൊണ്ടിരിക്കും. അതാണ്. അതുപോലെ ആ കർത്താവ് നമ്മളെ നോക്കുമ്പോ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് കാണണം. കാണുമോ സഹോദരങ്ങളെ? കാണുന്നത് വരെ വെച്ച് ഒരച്ചുകൊണ്ടിരിക്കും. നേരത്തെ നിർത്തി നമ്മളെ ഷോറൂമിൽ വിടും, നേരെ ജോലി അങ്ങ് പോയാ മതി. ഇല്ലെങ്കിൽ അവസാനം വെച്ച് ഒരച്ചൊരച്ചൊരച്ച്. അപ്പൊ യേശു ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഈ ഒരയ്ക്കുന്ന ആ ജോലിക്കാരൻ ഇടയ്ക്ക് ഇതിലേക്ക് നോക്കും. കണ്ണും മൂക്കും മീശയും താടിയൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് വരുന്നോ നോക്കും. ഓ, ആയിട്ടില്ല, മീശയ്ക്ക് അങ്ങിങ്ങായിട്ടൊക്കെ മുഖത്ത് ശരി വ്യക്തമല്ല, വീണ്ടും ഒരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവോളം നമ്മുടെ ഗുണത്തിനായി സ്വർഗം നമ്മെ ശിക്ഷിക്കും. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? സാത്താന് നിന്റെ താലിമുടി നാരെ തൊടാനൊക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സ്വർഗം നിന്നെ ശിക്ഷിച്ചുവോ? ദൈവത്തിന്റെ രൂപം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വന്ന് നീ യേശുവിനോട് അനുരൂപനായി തീരേണ്ടതിനാണ് എന്റെ പരിശുദ്ധ പിതാവ് എന്നെ ശിക്ഷിച്ചെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. അപ്പോൾ ശിക്ഷണത്തില് ഒരു പരിധി വരെ വിശുദ്ധിയുണ്ട്. പലർക്കും ഇതറിയാതെ വരുമ്പോൾ അവർ കൊടഞ്ഞു ഓടിക്കളയും. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ അടുത്തത് ദൈവഭയമാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, ഈ വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പി. നമുക്ക് എത്ര കാലം ദൈവഭയം ഉണ്ടോ എന്ന് വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം ദൈവഭയമാണ്. ദൈവവിശുദ്ധിക്ക് ഏറ്റവും അന്യപ്പെട്ട സ്വഭാവത്തിലൊന്ന് നിങ്ങളുടെ ദൈവഭയം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ദൈവഭയം ഉള്ളിടത്തോളം കാലമേ നമുക്ക് വിശുദ്ധരായിട്ടൊക്കെ ജീവിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ സമൂഹം നമ്മളെ വിശുദ്ധരാണെന്നൊന്നും പറഞ്ഞാൽ സ്വർഗം അംഗീകരിക്കണമെന്നില്ല സഹോദരങ്ങളെ. നന്നായിട്ട് അറിഞ്ഞാട്ട് ദൈവഭയം ഉള്ളിടത്തോളം കാലം നമ്മൾ വിശുദ്ധരാണ്. ജോസഫിന് ദൈവഭയം ഉണ്ടായിരുന്നു. സാഹചര്യവും സമ്മർദ്ദവും അവന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ പിടിച്ചപ്പോൾ അവൻ കുടഞ്ഞു ഓടിപ്പോയി. കാര്യം അവൻ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ ഭയപ്പെടുന്നു. അവന്റെ സഹോദരന്മാർ ഒരു ദിവസം അവനോട് ദോഷം ചെയ്തിട്ട് അവന്റെ മുമ്പിൽ വന്നു. ജോസഫിന്റെ അധികാരവും അവരുടെ ആകൃത്യവും തമ്മിൽ കണ്ടു ചുംബിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ വിടുമോ? നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിയില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളെ ദ്രോഹിച്ചവന് ആഹാരം തേടി റേഷൻ കാർഡും കൊണ്ട് നിങ്ങളുടെ അടുക്ക വന്നാൽ നിങ്ങൾ കൊടുക്കുമോ? സ്വന്തം മനസാക്ഷിയോട് ചോദിയില്ലേ? നേരെ ചൊവ്വനെ വന്നാൽ കൊടുക്കത്തില്ല, പിന്നെ അന്യായം കൂടെ ചെയ്താൽ. അപ്പൊ ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്, പൊയ്ക്കൊള്ളുവീൻ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, വിധിക്കുന്നില്ല, ഞാൻ എന്റെ ദൈവത്തെ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ദൈവഭയം ഉള്ളവനെ നിങ്ങൾ പാതാളത്തിൽ കൊണ്ടിട്ടാലും അവൻ അന്യനെ വിധിക്കാതെ നീതിയെ സൂക്ഷിച്ച് ജീവിച്ചോളും. ദൈവഭയമില്ലാത്തവനെ സിയോനിൽ കൊണ്ടുപോയി ഇരുത്തിയാലും അവൻ അവന്റെ സകല തരികടകളും അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, ഇതിന്റെ ബേസ് ദൈവത്തിന്റെ ഭയം, ദൈവഭയമാണ്. ദൈവഭയം ഉണ്ടോ ഉള്ളിടത്തോളം കാലം നമ്മൾ വിശുദ്ധരാണ്. ദൈവഭയം പോയോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അശുദ്ധരായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓർത്തുകൊള്ളണമേ, അങ്ങനെ വിശുദ്ധിയുടെ സ്റ്റെപ്പുകളാണ് നമ്മുടെ പഠന വിഷയം. ക്രൂശുമരണത്താലും ജലസ്നാനത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവിക ശിക്ഷണത്താലും വചനത്താലും നാം വിശുദ്ധരാകും. ഇനി അടുത്ത വാക്കുകൾക്ക് വരുമ്പോൾ ദൈവ പരിജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് ദൈവ പരിജ്ഞാനം ഉണ്ടാകണം. ചിലർക്ക് ഭയങ്കര ഉണർവാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു ഉണർവാണെന്നറിയാം. ഉണർവ് അങ്ങോട്ട് കൂടിയാൽ നമുക്ക് വാതുക്കത്തെ ചുമന്ന തെങ്ങയിൽ തേങ്ങ ഇടിക്കാം, അത്ര ഉണർവാണ്. പക്ഷെ പരിജ്ഞാനം എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല. അപ്പോൾ ആത്മീയതയുടെ അടിസ്ഥാന ഘടകം പരിജ്ഞാനമാണ്. പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷിപ്പാണ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിന്റെ ഒന്നാമത്തെ വശം വിശുദ്ധരായി ജീവിക്കണം. സമാധാനം സൂക്ഷിക്കണം.
ചെയ്യണം, ധാർമ്മിക ബോധം പുലർത്തണം, ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യണം, ദൈവത്തിന്റെ സ്വഭാവങ്ങളെ സ്വന്തമാക്കണം. വിശുദ്ധന്മാർ കൽപ്പിച്ചു തന്ന, തിരുവെഴുത്ത് കൽപ്പിച്ചു തന്ന, മനസാക്ഷി കൽപ്പിക്കുന്ന രാജ്യ നിയമങ്ങളെ പാലിച്ച് നമ്മുടെ ആയുഷ്കാലമൊക്കെയും ഭൂമിയിൽ ജീവിക്കണം. അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ട ധാർമ്മികതകളെ കണ്ടെത്തി അവസാന കാര്യങ്ങൾ വരെയും നമ്മൾ ചെയ്ത് തീർത്തിരിക്കണം. ദൈവമക്കളെ, എങ്ങനെങ്കിലുമൊക്കെ കാലം കഴിച്ച് സ്വർഗത്തിൽ പോകാൻ നോക്കരുത്. എല്ലാം കൂടെ കുടിശ്ശികയാകും, അവിടെ ഇട്ട് പിടിക്കും, നമ്മൾ വെള്ളം കുടിച്ചു പോകും. ഒന്ന് ഓർത്തോളണമേ. അല്ല, നാമധേയ ക്രൈസ്തവരാണെങ്കിൽ വർഷം തോറും പിള്ളേരെന്തെങ്കിലും പുകയ്ക്കെങ്കിലും ചെയ്യും. അവന്മാര് വർഷം തോറുമേ പള്ളിയിലൊരു ഊദാശയും പുകയൊക്കെ നടത്തും. പെന്തിക്കോസുകാർക്ക് ഊദാശയും പുകയില്ല. കാറ്റ് പോയാൽ സകലതും തീർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, കാറ്റ് പോകുന്നതിന് മുമ്പ് കാര്യം ക്രമപ്പെടുത്തി പോകുന്നതാണ് ബുദ്ധി. പലരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നമുക്ക് വിശുദ്ധരായി തീരാം. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. എന്തായിരിക്കും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ്: നാം മറ്റൊരാൾ നമുക്ക് ദോഷം ചെയ്താലും നമ്മൾ അവന് നന്മ ചെയ്യണം. ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കണമേ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകും. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? നിങ്ങൾ വിശുദ്ധരായി ഭൂമിയിൽ ജീവിക്കണം, സമാധാനം സൂക്ഷിച്ച് ദൈവിക സ്വഭാവം പ്രാപിച്ച് ഈ പ്രമാണങ്ങളെല്ലാം അപ്പാടെ പാലിച്ച് നമ്മൾ ജീവിക്കണം. ദൈവം നമുക്ക് കൃപ തരും. നമ്മുടെ തുറന്ന് യെരൂശലേമിന്റെ വാതിൽ അടച്ചില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. മുൻഗാമികളായ വിശുദ്ധന്മാരിൽ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ്, ജോസേ, യെരൂശലേമിന്റെ വാതിൽ അടച്ചില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ആകയാൽ അടയപ്പെട്ടതൊന്നില്ലാതെ തുറക്കപ്പെട്ട ഒരു ജീവിതത്തോടെ നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം. സഹോദരങ്ങളെ, നമ്മുടെ അവസരങ്ങളൊന്നും ചിലപ്പോൾ തിരികെ കിട്ടത്തില്ല. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. ഈ ലോകത്തിലെ സ്നേഹം, കരുതൽ എന്നൊക്കെ പറയുന്നതൊക്കെ വെറും വെള്ളത്തിന്റെ കുമിള പോലെ. നമ്മൾ ചിന്തിക്കും ഭയങ്കര സ്നേഹമാണെന്നില്ലേ? ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹമാണ്. രണ്ടാമത് ഭാര്യ ഭർത്തൃ ബന്ധ സ്നേഹമാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കും ചിലരുടെ സ്നേഹമൊക്കെ കണ്ടാൽ എന്തൊരു ഭയങ്കര സ്നേഹമാണെന്നറിയാമോ? അതൊക്കെ ഒരു പരിധി വരെയുള്ളൂ സഹോദരങ്ങളെ. ഈ അടുത്ത കാലത്ത് മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ യാദൃശ്യമായി ഞാനൊരു സംഭവം കേട്ട് അത് മറ്റൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ, അവര് വളരെ സന്തോഷമായി ജീവിച്ചതാണ്, മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തി. ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം തുടങ്ങി ഭാര്യ പോയി ഒരു പേപ്പറും കൊണ്ട് ശവക്കല്ലറയിൽ ഇരുന്ന് വീശുകയാണ്. ശവക്കല്ലറയിൽ ഇരുന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ചെന്ന് കുമ്പസാരത്തിന് ചെന്നവര് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കുടുംബം അവിടെ ചെന്നോണ്ടേ ആ ഭർത്താവ് പറഞ്ഞു, കണ്ടോടി അദ്ദേഹത്തോടുള്ള സ്നേഹം കണ്ടോ, എന്തൊരു സ്നേഹമാണ്, കണ്ടില്ലേ? സ്നേഹത്തോടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വീശുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഭൂമി ജീവിച്ചിരുന്നപ്പോൾ അത്രയും സ്നേഹവും ഈ വീശലൊന്നും കണ്ടിട്ടില്ലല്ലോ, എന്തായാലും ഒന്ന് ചോദിക്കാം. പള്ളിപ്പറമ്പിനടുത്തല്ലേ ശവക്കോട്ട, അവിടെ ചെന്ന് ചോദിച്ചു, എന്റെ ആലീസെ, നീ എന്തിനാണ് ഈ നേരം വെളുത്ത് വന്നിരുന്ന് ഈ ശവക്കോട്ടെ വീശിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ആലീസ് പറഞ്ഞ്, വേറൊന്നുമല്ല, ഇങ്ങനെ ചാകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, എന്റെടീ ഞാൻ ചത്തുപോയാൽ എന്റെ ശവക്കോട്ടയിലെ സിമെന്റ് ഉണങ്ങിയിട്ടേ നീ അപ്പുറത്തെ ബാവുക്കുട്ടിയുടെ പുറകെ പോകാവൂ. അതുകൊണ്ട് അങ്ങനെ ഞാനൊരു വാക്ക് പാലിച്ചു പോയി. അതുകൊണ്ട് ഈ സിമെന്റ് ഒന്ന് ഉണങ്ങാനാണ് ഞാൻ പേപ്പറിന് വീശിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഈ മനുഷ്യന്റെ വീശും സ്നേഹവും ഒക്കെ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നന്നായിട്ടൊന്ന് അറിഞ്ഞോണമേ. ഈ സ്നേഹവും വീശും ഒന്നും നമ്മളോടുള്ള പരമാർത്ഥതയല്ല. ജീവിച്ചിരിക്കുമ്പോൾ നേരെ ജോനെ പൊയ്ക്കോ, സ്വർഗത്തിന്റെ വാതിൽ അടയാതിരിക്കും. ഇല്ലെങ്കിൽ സ്വർഗമൊന്നും തുറന്നു കിട്ടത്തില്ല, അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കത്തില്ല. നന്നായി ഒന്ന് അറിഞ്ഞാട്ട് ഇനി അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം? എന്താണ്? നമ്മൾ നന്മ ചെയ്യണം. ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാണ്. നമ്മൾ എല്ലാവർക്കും ഒന്നും ഒരേ ബുദ്ധി കാണത്തില്ലെന്നേ. അപ്പൊ ബുദ്ധിയില്ലാത്തവൻ എന്തെങ്കിലും ബുദ്ധികേട് പറഞ്ഞാല് ബുദ്ധിയുള്ള നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് അവന് നന്മ ചെയ്തേക്കണം. ഇത് പിതാവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കാരെങ്കിലും തിന്മ ചെയ്യുമ്പോൾ അവന് നന്മ ചെയ്തുകൊണ്ട് അവന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞ് നല്ല കാര്യം ചെയ്യാൻ ഒത്തിട്ടുണ്ടോ? ഒത്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒക്കണം ദൈവമക്കളെ. ഞാനൊരു ദിവസം ദൈവേഷ്ടം എന്താണെന്നൊന്ന് പറയാമോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് ഇത് പറഞ്ഞു തന്നതാണ്.
അതിലൊന്നാണ് ഏതാണ്? ഒന്നുകൂടെ വായിച്ചേ, പെട്ടെന്ന് വായിക്കണം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം. ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഭോഷത്വം കാണിച്ചാലേ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നമ്മൾ അതിനേക്കാൾ കൂടിയ ബുദ്ധികേട് കാണിച്ച് അവനെ ഒതുക്കണമെന്നല്ല പറയുന്നത്. പിന്നെന്താണ്? മിണ്ടാതാക്കണം. അവനെ നന്മ ചെയ്ത് അവനെ അങ്ങ് മിണ്ടാതാക്കണം. നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കുമോ? 100% ചെയ്യാം. ചില കാര്യമൊക്കെ അങ്ങനെ ഒക്കത്തുള്ളന്നേ. വെട്ടാൻ വരുന്ന പോത്തിനോട് നമ്മൾ ന്യായപ്രമാണം പറഞ്ഞാൽ അവനെങ്ങാണ്ട് ബോധമുണ്ടോ? നമ്മളങ്ങോട്ട് ഒഴിഞ്ഞു മാറിക്കൊടുക്കുക, അവൻ വരുന്ന വരവിന് വല്ല തെങ്ങ വെട്ടിയേച്ച് അങ്ങ് പൊക്കോളൂ. അതാണ് ബുദ്ധി. യേശു സ്ലീഹന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ബുദ്ധി പാമ്പിന്റെ ബുദ്ധിയായിരിക്കണം, നിങ്ങളുടെ നിർമ്മലത പ്രാവിന്റെ നിർമ്മലതയായിരിക്കും, നിഷ്കളങ്കത്വമായിരിക്കും. അപ്പൊ ബുദ്ധികെട്ട മനുഷ്യൻ നമ്മളോട് ബുദ്ധികേട് കാണിച്ചെന്നും പറഞ്ഞു നമ്മളും ഒപ്പം എത്തരുത്. ഞാൻ പണ്ട് ആലുവായിലിരിക്കുമ്പോഴേ ഒരിക്കലും അവിടെ ഒരാൾ കയറി വന്നു. അപ്പൊ നമ്മുടെ മരിച്ചുപോയ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അമ്മണി വർക്കി, തിരുവല്ല സ്വദേശിയാ. ഇവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ രാവിലെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ അവിടെ ഒരു മാനസികരോഗിയായ ഒരുത്തൻ കയറി വന്ന് വെല്ലം തരണേന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവരാണോ ഏതോ ഒരു സിസ്റ്റേഴ്സ് പറഞ്ഞു, പോയിരുന്നു പ്രാർത്ഥിക്കണു, ഞായറാഴ്ച രാവിലെ കാശിന് വരിക. അപ്പൊ അവനെന്ത് ചെയ്തു? അവന് ഇഷ്ടപ്പെട്ടില്ല. അവനവിടെ കൊണ്ടൊന്ന് കുറെ അവൻ അറിയാവുന്ന കുഞ്ഞൻ നമ്പ്യാറ ഭാഷ മുഴുവനാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അവന് പോയി. രൂക്ഷമായപ്പോ ഞാൻ ഇറങ്ങി വന്നപ്പോ എന്നെ കണ്ടപ്പോ പോയി. ഞാൻ ഓർത്ത് സമാധാനമായി. ഏതായാലും ഇവനെ 4 ചീത്ത പറഞ്ഞാലും ഇനിയും വരത്തില്ലല്ലോ ശല്യം എന്ന് ഓർത്ത് പോയി. അവന് പോവുകയും ചെയ്തു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടാൻ ചെയ്യുന്നു. നല്ല ചാച്ചമഴയാ. ഞാൻ സ്കൂട്ടർ അവിടെ നിർത്തി റെയിൻകോട്ടൊക്കെ ഊരി അവിടെ വെച്ച് കയറി ചെല്ലുമ്പോ ഇവൻ അവിടെ ഇരിക്കുകയാണ്. എന്നെ കണ്ട് അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരുന്നു. ഞാൻ തലമുടിയൊക്കെ വെട്ടിട്ട് ഇറങ്ങി വന്നപ്പോ ഒരു 50 രൂപ എന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ അടുക്ക ചെന്നേച്ച് ചുമ്മാ തോളത്ത് കൊട്ടി, എടാവേ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചുമ്മാതിരിക്കുകയാണ്. എടാ നീ വല്ലതും കഴിച്ചോടാ? കഴിച്ചില്ല, തണുപ്പൊക്കെ അല്ലേ, വല്ലതും കഴിക്കണ്ടേ? കഴിക്കണോ വെച്ചോ, എന്തേലും കഴിക്കണം. പൈസ വല്ലതും ഉണ്ടോടാ? ഇല്ല. അപ്പൊ ഞാനൊരു 50 രൂപ കൊടുത്തു. എടാ അവിടെ പോയി കരിയോലൊന്നും മേടിച്ച് കുടിക്കരുത്, നീ വല്ല പൊറോട്ടായും കഴിച്ചോണം. അപ്പൊ ആ ബാർബർ ഷോപ്പുകാരൻ ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, വേറൊന്നും അല്ലെന്നേ, ഈ ആലുവ പട്ടണത്തില് എല്ലാവരും ഞങ്ങളോട് സ്നേഹമാ, വല്ലപ്പോഴും ഞങ്ങളെ ചീത്ത വിളിക്കാൻ ഇവനേ ഉള്ളൂ. അപ്പൊ ഇവൻ സമയം കണ്ട് എപ്പോഴാന്ന് വന്ന് വിളിച്ചോട്ടെ എന്നോർത്ത്, സമയമുള്ളപ്പം വന്ന് ചീത്ത വിളിച്ചോട്ടെ എന്നോർത്ത് 50 രൂപ കൊടുത്തതാണെന്ന് പറഞ്ഞു. ഇവനിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഏതായാലും ഞാൻ പോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോ ഇവൻ പശ്ചാത്തപിച്ച് വന്നിരിക്കുകയാണ്. എന്നോട് അച്ചോ, ഞാനൊരു പ്രാന്തനല്ലേ അച്ചോ, ഞാനൊരു മാനസിക രോഗിയല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാനസിക ആശുപത്രിയിൽ പോയി കിടക്കുന്നവനാണ്, ഞാൻ അങ്ങേ ചീത്ത വിളിച്ചിട്ടു, അയ്യോ അങ്ങേ എനിക്ക് പൈസ വന്നല്ലോ, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പ്രാന്തനാണ്. ഞാനവന്റെ തോളത്ത് കൂട്ടിട്ട് പറഞ്ഞടാ, എല്ലാ മനുഷ്യർക്കും ഇച്ചിരിച്ചിര പ്രാന്തം ഉണ്ടടാ, നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ഇച്ചിര, പക്ഷെ നിന്റെ അത്രേ ഇല്ല, ഇച്ചിര ഉണ്ടാ. ഭാവം ചെയ്തപ്പോഴേ എല്ലാവന്റെയും ഒരു സ്ക്രൂ അയഞ്ഞതാ. അപ്പൊ അവനിങ്ങനെ പകച്ചെന്ന് ചോദിച്ചു, അച്ഛനും ഉണ്ടോ പ്രാന്തം? ഞാൻ പറഞ്ഞു, ഒത്തിരി ഇല്ല, ഒരു ഇച്ചിര ഉണ്ട്. അവൻ സമാധാനത്തോടെ പോയി. നമ്മൾ അവനോട് സിയോന്റെ കാര്യം പറഞ്ഞ് അവനെ കണ്ട് ബോധമുണ്ടോ? മണ്ടത്തരമല്ലേ? അവനെ നമുക്ക് നന്നാക്കാൻ ഇതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് പോയ ശേഷം ജോണി പണിക്കരി ചെന്നു. അപ്പൊ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, പൈസയൊന്നും എനിക്ക് വേണ്ട, ആ അച്ഛന്റെ ഫോൺ നമ്പർ ഞാൻ തന്നാ മതി, ഞാൻ നേരിട്ട് പോയി കണ്ടോളാം. കാര്യം ഞാൻ ഭ്രാന്തനാണെന്ന് അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ആളാണ്. പത്രോസ് പറഞ്ഞ വാക്കേതാന്നറിയാമോ? മനുഷ്യൻ നിങ്ങളോട് ദോഷം ചെയ്യുമ്പോഴേ നിങ്ങളൊപ്പം ദോഷത്തിനൊന്നും പോകരുത്, നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞില്ലെങ്കിൽ ഇനിയൊന്ന് അറിഞ്ഞാട്ട് അവന്റെ ഭോഷത്തിനൊപ്പം നിങ്ങൾ തുള്ളി നിങ്ങളും കൂടെ ഭോഷനാകുന്നത് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമല്ല. എന്താണ് പിതാവിന്റെ ഇഷ്ടം? നിങ്ങൾക്കൊരുവൻ ദ്രോഹം ചെയ്താൽ അവനെ സ്നേഹിച്ച് അവന് നന്മ ചെയ്താട്ട്. ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം. ബോധ്യപ്പെട്ടവരുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഇത്രയും പേർക്ക് ബോധ്യപ്പെട്ടല്ലോ. കഴിഞ്ഞ കാലങ്ങൾ പോട്ടെ, ഇനിയുള്ള കാലത്ത് നമ്മളോടൊരുത്തൻ പോഷത്വമായി വന്നാലും പരിശുദ്ധ പിതാവേ, നിന്റെ ഹിതം ഞാൻ ആരാഞ്ഞറിഞ്ഞുകൊണ്ട് നന്മ ചെയ്ത് അവനെ സ്നേഹിച്ചോളാം. തയ്യാറുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയിപ്പോ ആരെ സ്നേഹിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ സമയം കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ഇനി അടുത്തത് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? നമ്മൾ ദൈവിക പരിജ്ഞാനത്തിൽ ജീവിക്കണം. എന്നും നമ്മൾ LKG പിള്ളേരുടെ നഴ്സറി കുട്ടികളുടെ പരിപാടിയും കൊണ്ടിരിക്കരുത്. നമ്മളിങ്ങനെ ഒപ്പത്തിനൊപ്പം വിശുദ്ധന്മാർ ദൈവികാലോചന പറഞ്ഞു തരുമ്പോൾ അവരുടെ ആഴം കണ്ടെത്തുമ്പോൾ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. 1964 ഫിലിപ്പിയാണ്ടപ്പിള്ളയുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു. അത് ഇന്നടത്ത് വെച്ചാണ്, കൊല്ലടവ് കൺവെൻഷനാണെന്ന് ബൈബിളിന്റെ തുമ്പത്ത് എഴുതിയിട്ടുണ്ട്. ആ 66 രക്ഷിക്കപ്പെട്ട അന്ന് അനുദപിച്ചതല്ലാതെ കഴിഞ്ഞ 40 വർഷമായി ഇങ്ങനെ അനുദപിച്ചിട്ടില്ല. അതല്ല സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. മനുഷ്യനല്ലേ, തെറ്റുകളും കുറവുകളൊക്കെ നമുക്ക് സംഭവിക്കാം. പൗലോസ് പറഞ്ഞു, ഞാൻ അന്ന് ശിശുവായിരുന്നു,
അന്ന് ഞാൻ ശിശുവിനെ പോലെ എന്തൊക്കെയോ സംസാരിച്ചു. എന്നാൽ ഞാൻ പുരുഷത്വം പ്രാപിച്ചപ്പോൾ ശിശുത്വമായത് കളഞ്ഞെന്നാണ്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 തീമോഥെയോസ് 2:4 അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, നാം എല്ലാവരും ദൈവീക പൂർണ്ണതയിൽ വരണം. വായിച്ചാട്ടെ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ശ്രദ്ധിച്ചോണം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, അതോടൊപ്പം അവർ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്നെത്തണമെന്നുമാണ് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ പലപ്പോഴും ഇതിന്റെ ആഴങ്ങളൊന്നും ചിന്തിക്കുന്നില്ല സഹോദരൻ. എന്തൊക്കെയോ നമ്മൾ ദൈവത്തിന്റെ നിന്ന് വാങ്ങിക്കൂട്ടി, ഇല്ലേ? ചില വാസുമാർ പറയുന്ന പോലെ സ്വർഗരാജ്യത്തിലെ ഭിക്ഷക്കാരായി തീരുക. കർത്താവേ അത് വേണമേ, ഇത് വേണമേ, അങ്ങനെ വേണമേ, ഇങ്ങനെ വേണമേ, ഇതല്ലാതെ കർത്താവേ അങ്ങയുടെ ഹിതം എന്തെന്നൊന്ന് പറയാമോ? ഞാൻ അപ്രകാരം ജീവിക്കാം. ഇത് നമ്മളെ കൊണ്ട് ഒക്കുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, എന്താഗ്രഹത്തോടെയാണ് വന്നത്? കർത്താവേ ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ, തിരുഹിതം പോലൊന്ന് എന്നോട് പറയണമേ എന്നുള്ള മനോഭാവത്താണോ വന്നത്? അതോ കർത്താവേ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണമേ, മോനെ കുവൈറ്റിൽ വിടണമേ, ഇല്ലേ, എങ്ങനെ റബ്ബറിന്റെ വിലയൊന്ന് കൂട്ടിക്കിട്ടണമേ, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യം കൊണ്ടാണോ നമ്മൾ വന്നിരിക്കുന്നത്? ആകയാൽ പ്രിയ സഹോദരങ്ങളെ, കേൾക്കുന്ന വചനം ഹൃദയത്തിൽ കൈക്കൊണ്ട് നിങ്ങൾ മേളിലേക്കൊന്ന് വളർന്നു വരണമേ. വളർന്ന് വന്നെത്തണം. ചിലരുടെയൊക്കെ സ്വഭാവ രീതി കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ഞാനൊരിക്കലും ഒരു കുഞ്ഞു ഉപദേശിയെ കണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. ഒരു കൊച്ചു പയ്യനാണ്, പുതിയ ശുശ്രൂഷകനാണ്. താനൊരു മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു നടത്തിപ്പുകാരൻ തന്നെ ഷൗട്ട് ചെയ്യും. ഒരു കരുണയും കൂടാതെ തന്നെ ഷൗട്ട് ചെയ്യണം. എനിക്കും വലിയ സഹതാപം തോന്നി. അപ്പൊ ഇതെല്ലാം കേട്ടിട്ടും അദ്ദേഹം ചിരിച്ചോണ്ട് നിന്നേച്ചങ്ങ് പോയി. പിന്നെ എനിക്കെന്തോ കോഫിയോ ചായയോ എന്തുകൊണ്ട് തന്നപ്പോ ഞാൻ ഓർത്തി പയ്യൻ ഇതൊന്നും പിടികിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി പാസ്റ്റർ വെച്ച. പിന്നെ നീ എന്താ തിരിച്ചു പറയാഞ്ഞത്? മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും ന്യായാസനത്തിങ്കൽ കണക്ക് പറയണമെന്ന് നമ്മുടെ യേശു നമ്മളോട് പറഞ്ഞില്ലേ? ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണോ? അതുകൊണ്ടായിരുന്നു പാസ്റ്റർ. വളരെ പിന്നിലുള്ള ഒരു കുഞ്ഞു പയ്യൻ ഇപ്പോഴും ആ രൂപം എന്റെ മുമ്പിലുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു, അത് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഗൗരവം പിടികിട്ടിയോ? പിടികിട്ടി. മോൻ എന്താ പിന്നെ എന്നെ ന്യായമായത് പറയാഞ്ഞത്? ഉടനെയാണ് എന്നോട് പറഞ്ഞത്, മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും ന്യായാസനത്തിങ്കൽ കണക്ക് പറയേണ്ടി വരുമെന്ന് നമ്മുടെ യേശു നമ്മളോട് പറഞ്ഞില്ലേ അച്ചായ? അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആ ദിനത്തിൽ കണക്ക് പറയാതിരിക്കാൻ മൗനം വീക്ഷിക്കുന്നതാണ് ബുദ്ധി. യെസ്, ഞാൻ അന്ന് മനസ്സിലാക്കി. അവൻ ആത്മീയ വളർച്ചയുള്ളവനാണ്, അവൻ യേശുവിനെ സ്നേഹിക്കുന്നവനാണ്. നിത്യതയുടെ കവാടം അവന്റെ മുമ്പിൽ അടയരുതേ എന്ന് ഉള്ളം കൊണ്ട് ചിന്തിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആ രാത്രി മുഴുവൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ പല നാൾ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെയും പുറമേ കാണിച്ചില്ലെങ്കിലും എനിക്ക് അങ്ങേയറ്റം ഉള്ളം കൊണ്ട് ആ കൊച്ചു ശുശ്രൂഷകനോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അതുകൊണ്ടാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അതുകൊണ്ട് മാത്രമാ വാസ്തവച്ച തിരിച്ചു സംസാരിക്കാനോ ന്യായം പറയാനോ അറിയാഞ്ഞിട്ടല്ല. പിന്നെയോ മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും കണക്ക് പറയണ്ടേ? ഓർത്തേ സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന വചനത്തിനേറ്റവണ്ണം നമുക്കൊന്ന് വളരാം. നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്. എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം? ഒന്ന്, നമ്മൾ വിശുദ്ധരായി ജീവിക്കണം, സമാധാനം സൂക്ഷിച്ച്, ദൈവപ്രമാണങ്ങളെ പാലിച്ച്, വിശുദ്ധന്മാർ ഉപദേശങ്ങളെ കേട്ട്, ദുഷ്ടതകളെ വെറുത്ത്, നീതിയെ സ്നേഹിച്ച്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം ചെയ്ത്, സഹോദരവർഗത്തെ സ്നേഹിച്ച്, കരുണയും നീതിയും പരമാർത്ഥതയും ഉള്ളവരായി നമുക്ക് ജീവിക്കാം. ഇനി അടുത്തതായിട്ട് എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം? ഒരാൾ നമുക്ക് ദോഷം ചെയ്താൽ അതെല്ലാം എണ്ണിപ്പെറുക്കി ദ്രോഹിക്കാൻ പോകാതെ മൗനം വീക്ഷിച്ച് അവന് നന്മ ചെയ്യാൻ ശ്രമിച്ചാട്ടെ നമ്മോടും അതുപോലെ മറ്റൊരുവൻ കാട്ടും. ഒരു കാലത്തും നമുക്ക് ദുഷ്ടത കൊണ്ട് ആരെയും താഴ്ത്താൻ സാധ്യമല്ല. ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ സഹോദരങ്ങളെ. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവർ താഴ്ത്തുമ്പോൾ താഴ്ത്തിപ്പോകും. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതൻ എന്നെ ഒരു മൊബൈലിൽ ഒരു സംഭവം കാണിച്ചു. ഒരു കഴുതയുടെ അനുഭവ സാക്ഷ്യമൊന്നും പറഞ്ഞു. നിങ്ങളും കണ്ടു കാണും. കഴുതകളൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനും ഒന്ന് കണ്ടു പ്രിയമുള്ളവർ. കഴുത പറയുന്ന അനുഭവ സാക്ഷ്യം, കഴുത ഒരു ദിവസം ഒരു കുളത്തിൽ വീണുപോയി. കഴുത കുളത്തിൽ കിടന്ന് കൂവിയിട്ടും അലറിയിട്ടും ആരും കൂടുന്നുണ്ട്. അവസാനം കഴുതയുടെ ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ കഴുത കിടക്കുക കുളത്തിൽ. അപ്പം കഴുതയെ കരയ്ക്ക് വെച്ചുന്ന കാര്യം മുതലാളി ചിന്തിച്ചപ്പോൾ ഭയങ്കര പണച്ചെലവാണ്. 5-6 പേരോട് പോയി ചോദിച്ചു, കഴുതയെ ഒന്ന് കയറ്റിത്തരാമോ? അപ്പൊ അവര് വലിയൊരു എമൗണ്ടാ ചോദിച്ചത്. ആ കാശ് കൊടുത്താൽ ഒരു 5-6 കഴുതയെ മേടിക്കും. അവസാനം മുതലാളി ഒരു തീരുമാനം എടുത്ത് കുടുംബമായി വന്നിട്ട് അയ്യത്ത് കിടക്കുന്ന മണ്ണിട്ട് കഴുതയും കുളവും കൂടെ അങ്ങ് മൂടിയേക്കാം.
അപ്പൊ എന്തെന്നറിയാമോ, ഈ കഴുത ചത്തപോലെ കിടക്കുകയാണ്. ആദ്യം ചത്തുപോയി എന്ന് പറഞ്ഞ് മുതലാളി എന്ത് ചെയ്തു, മുതലാളിയും ഭാര്യയും കൂടി മണ്ണ് വെട്ടിയിടാൻ തുടങ്ങി. മണ്ണ് അങ്ങോട്ട് കുറെ ആകുമ്പോൾ കഴുത കുടഞ്ഞ് മണ്ണിന്റെ മേളിൽ കിടക്കും. പിന്നെ അടുത്ത മണ്ണിടുമ്പോൾ കഴുത കുടഞ്ഞ് പിന്നെയും മേളിൽ കിടക്കും. പിന്നെ അടുത്ത മണ്ണിടുമ്പോൾ കഴുത കുടഞ്ഞ് എഴുന്നേറ്റ് മേളിൽ കയറി കിടക്കും. എന്തിനു പറയണ്ടോ, കരയ്ക്ക് കയറത്തക്ക രീതി മണ്ണായപ്പം കഴുത കുടഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പൊ മറ്റുള്ളവർ നമ്മുടെ മേൽ ചള്ളവാരി എറിയുമ്പോഴും മണ്ണിട്ട് മൂടുമ്പോഴും നിങ്ങൾ കൈയും കാലും കെട്ടി കിടക്കരുത്. ആ ചള്ള കുടഞ്ഞു 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 നിങ്ങളിഞ്ഞ് മേളിൽ കയറി പോരണം. കഴുത ജീവനും കൊണ്ടുപോയി, മുതലാളിയുടെ കിണർ മൂടിയെന്നേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഓർത്തുകൊള്ളണമേ, ആരെങ്കിലുമൊക്കെ നമ്മൾ ചള്ളവാരി എറിയോ മണ്ണിട്ട് മൂടാനോ നോക്കിയാൽ നമ്മൾ കൈയും കാലും കെട്ടി കിടക്കരുത്. നമ്മൾ കുടഞ്ഞു കുടഞ്ഞു കുടഞ്ഞ് ആ മണ്ണ് കുടഞ്ഞു കുടഞ്ഞു പോരണം. ഈ മണ്ണിപ്പോ എന്തായി തീരുമെന്നറിയാമോ, നമുക്ക് കരയ്ക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് മറ്റൊരാൾ ദ്രോഹിക്കുമ്പോൾ കഴിയുന്നിടത്തോളം നന്മ ചെയ്താട്ട് സ്വർഗം നമ്മെ സഹായിക്കും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. നമുക്ക് ആത്മീയ പരിജ്ഞാനത്തിൽ പോകാം. എന്നും പിച്ചക്കാരുടെ സ്വഭാവം കൊണ്ടിരിക്കാതെ ദൈവിക സ്വഭാവത്തോട് നമുക്ക് അടുത്തിയല്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു മുതിർന്ന ആളുണ്ടെങ്കിൽ അവൻ ബലവാനാകുമ്പോൾ അപ്പച്ചനും അമ്മയ്ക്കും അവൻ സഹായിയായി തീരുന്ന പോലെ നമ്മുടെ പിൻഗാമികളായ സാധുക്കളായവർക്ക് നമുക്ക് അനുഗ്രഹമായി തീരാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇനി നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്തെന്നറിയാമോ, 1 തെസ്സലോനിക്കർ 5:18 ഒരു വാക്കുണ്ട്. 1 തെസ്സലോനിക്കർ 5:18 വായിക്കും. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവിക വാക്തത്വം തുറക്കാൻ പോകുന്ന പരിപാടിയാണ്. ഒന്നാമത് വിശ്വാസം, രണ്ടാമത് ദീർഘക്ഷമ, മൂന്നാമത്തേത് ദൈവേഷ്ടം. ഈ 3 താക്കോൽ ഉപയോഗിച്ച് നമുക്ക് ഈ കൊല്ലടവ് കൺവെൻഷൻ ഇന്ന് രാത്രി വൈകിട്ടത്തെ മീറ്റിംഗ് തീരുകയാണെങ്കിൽ ഈ മീറ്റിംഗ് തീരും മുമ്പ് അത് തുറന്ന് അത് പ്രാപിച്ചിട്ടേ പോകാവൂ. ഒന്നാമത് ഉറപ്പോടെ വിശ്വസിക്കാം. രണ്ടാമത് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാം. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്ന് നമുക്ക് ദൈവേഷ്ടം ചെയ്യാം. ഇനി ദൈവേഷ്ടത്തിന്റെ വശങ്ങൾ ഏതാണ്? ഏറ്റവും അവസാനം ഇപ്പോൾ പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്വി. ഒന്നുകൂടെ വായിച്ച, എല്ലാറ്റിനും സ്തോത്രം ചെയ്വി, എല്ലാറ്റിനും സ്തോത്രം ചെയ്വി, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. എന്തു വന്നാലും സ്തോത്രം ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒക്കുമോ? ദാവീദ് രാജാവ് ഒരിക്കൽ ഇങ്ങനെ പാടി, ഞാൻ എല്ലാ കാലത്തും അങ്ങേ വാഴ്ത്തും. അങ്ങനെയല്ലേ സങ്കീർത്തനം 34:1 ഒരു വാക്കുണ്ടല്ലോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നല്ല വാക്കാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താൻ ഒക്കുമോ? നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും എല്ലാറ്റിലും ദൈവത്തെ വാഴ്ത്താൻ സ്തുതിക്കാൻ ഒക്കുമോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കാലഘട്ടം എടുത്തു നോക്കിയാൽ അത് 3 കാലഘട്ടങ്ങളാണ്. ഒന്ന് അവന്റെ ശുഭകാലമാണ്. ശുഭകാലം, നല്ല കാലം. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ഹൃദയം കൊണ്ട് ഇച്ഛിക്കുകയും അതിരം കൊണ്ട് യാചിക്കുകയും ചെയ്യുന്നതെല്ലാം കിട്ടി സമൃദ്ധിയുടെ ഘോഷയാത്ര പ്രാണനെ പിൻഗമിക്കുന്ന സമയം. പേരെന്താണ്? ശുഭകാലം. ഇയ്യോ പറയാണ്, ഞാൻ എന്റെ ശുഭകാലം ഓർക്കും. ശുഭകാലം എന്നൊരു പറയുന്ന കാലമുണ്ട്. അന്നേരം ദൈവത്തെ സ്തുതിക്കാമോ? ചിലർക്ക് ശുഭകാലം വന്നാൽ പിന്നെ അവന്റെ അഡ്രസ് പോലും നമ്മൾ കാണത്തില്ല. ശുഭകാലം വന്നാൽ പിന്നെ അവൻ പോയി കളയും. ഇനി അടുത്തത് ഏതാണെന്നറിയാമോ? പരീക്ഷാകാലം. വെളിപ്പാട് പുസ്തകത്തിൽ ആത്മാവ് സഭയോട് പറയാണ്, നിന്റെ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ സഹായിക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ പരീക്ഷാകാലങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. യാദൃശ്യമായിട്ടല്ല, ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. വലിയ പരീക്ഷാകാലം നമുക്കുണ്ടാകും. മൂന്നാമത്തെ ഏതാണെന്നറിയാമോ? കഷ്ടകാലം. കഷ്ടകാലത്ത് നീ എന്നോട് നിലവിളിക്ക, ഞാൻ നിന്നെ വിടുവിച്ച് നിനക്ക് ഉത്തരമരുളും. എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കണം. ശ്രദ്ധിക്കുക, എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുക. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കണം എല്ലാ കാലത്തും, ശുഭകാലത്തും കഷ്ടകാലത്തും അതുപോലെ തന്നെ പരീക്ഷാകാലത്തും. ഒരുവന് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുമോ? ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം കേൾക്കേണ്ട 1-2 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാനും നിങ്ങളും എല്ലാം ഈ പാതകളിൽ പോകേണ്ടി വരും. ശുഭകാലമുണ്ട്, കഷ്ടകാലമുണ്ട്, പരീക്ഷാകാലമുണ്ട്. ഈ കാലത്തൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുമോ? കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ആത്മീയരാണോ അല്ലേ എന്ന് എങ്ങനെ അറിയാം? ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടോ മനോഹരമായി പാടിയതുകൊണ്ടൊന്നും നമ്മൾ ആത്മീയരാണെന്ന് പറയാനൊക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ പ്രാണനെ ആക്രമിക്കാൻ വരുന്ന സാത്താന്റെ തന്ത്രം അറിഞ്ഞിട്ട് ആ സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ മനോഭാവവുമാണ്
നിങ്ങൾ ആത്മീയരാണോ അല്ലയോ എന്നറിയുന്നത്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. പലരും വലിയ ആത്മീയരാണ്, പ്രതിസന്ധിയുടെ മുഖത്താടിപ്പോകും. നിങ്ങളുടെ പ്രാണനെ ശത്രു ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിപ്പാൻ താല്പര്യമുണ്ടോ? ശുഭകാലത്തും പരീക്ഷകാലത്തും കഷ്ടകാലത്തും എല്ലാ കാലത്തും ഞാൻ നിന്നെ സ്തുതിക്കും. എന്താണ്? അതെന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. പൗലോസ് പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, അതല്ലോ നിങ്ങളെ കുറിച്ച് യേശു ക്രിസ്തുവിൽ പരിശുദ്ധ പിതാവിന്റെ ഇഷ്ടം. വാഗ്ദത്തം ചെയ്യുവാൻ നാം ദൈവ ഇഷ്ടം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും ഒരു മനുഷ്യന് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുമോ? സ്തുതിക്കാൻ ഒക്കും. നിങ്ങൾ ആഴമായ ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞാട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാണനെ നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ ഇത് അത്യാവശ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് എഴുതി സൂക്ഷിച്ചാട്ട്. എല്ലാ കാലത്തും ഒരു മനുഷ്യനെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ അവൻ ആഴമായ ചില അറിവുണ്ടാകണം. ശ്രദ്ധിക്കുക, ബൈബിൾ അടിസ്ഥാനത്തിൽ അവൻ ആഴമായ ചില അറിവുണ്ടെങ്കിൽ അവനെ നടത്തിക്കൊണ്ടുപോകുന്ന ഏതു പാതയിലും അവന് ദൈവത്തെ സ്തുതിക്കാം. സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ഏകാന്തതയിലും എല്ലാവരാലും അംഗീകരിക്കപ്പെടുമ്പോഴും എല്ലാവരാലും നിന്ദിക്കപ്പെടുമ്പോഴും ആരോഗ്യമുള്ള ശരീരമുള്ളപ്പോഴും രോഗത്താൽ ബലഹീനപ്പെടുമ്പോഴും ദൈവം നിന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഏതൊരു പാതയിലും നിനക്ക് നിന്റെ ദൈവത്തെ സ്തുതിക്കണമോ? ആ സ്തുതിക്കുക എന്നുള്ളത് ദൈവേഷ്ടമാണ്. നീ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ മുൻപിൽ വാഗ്ദത്തത്തിന്റെ വാതിൽ തുറക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമുക്ക് ആ അറിവ് എന്താണെന്ന് ചുരുക്കമായി ചിന്തിക്കാം. എന്തായിരിക്കണം ആ അറിവ്? ഒന്നാമത്തെ അറിവ് ബഹുമാനപ്പെട്ട പ്രവാചകണത്തിൽ ഒരുവനായ ഹബക്കുക്കിന്റെ പ്രവചനമാണ്. ഹബക്കുക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ആഴത്തിലൊരു അറിവുണ്ട്. അദ്ദേഹം ഇസ്രായേലിന്റെ സമ്പൽ സമൃദ്ധികളെ നിരനിരയായി പറയുകയാണ്. എന്നിട്ട് പറയുന്ന എല്ലാം നഷ്ടപ്പെട്ടുപോയി. അത്തി നഷ്ടപ്പെട്ടുപോയി, മുന്തിരി നഷ്ടപ്പെട്ടുപോയി, ഒലിവ് നഷ്ടപ്പെട്ടുപോയി, തൊഴുത്തിലെ കന്നാലി നഷ്ടപ്പെട്ടുപോയി, വയലിലെ ധാന്യം നഷ്ടപ്പെട്ടുപോയി, ഗോശാലയിലെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടുപോയി. എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കും. എത്ര പേർക്ക് പറയാനൊക്കും? എന്തൊരു വാക്കൊന്ന് വായിച്ചാൽ. അത്തിവൃക്ഷം തളിർക്കയില്ല, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകത്തില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിക്കും. എന്താണ് അതിന്റെ രഹസ്യം? അക്കാലത്തെ യഹൂദന്റെ സമ്പൽ സമൃദ്ധിയാണ് 1 അത്തി, 2 ഒലിവ്, 3 മുന്തിരി, 4 വയലിലെ ധാന്യം, 5 തൊഴുത്തിലെ കന്നുകാലികൾ. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കും. നമുക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? നമ്മുടെ 4 കോഴിക്കുഞ്ഞിനെ കാക്ക എടുത്തുകൊണ്ടുപോയ വിശ്വാസവും പ്രത്യാശയും പോയവരാണ്. അയ്യോ, അത്രയൊക്കെ ഉള്ളൂ. 4 കോഴിക്കുഞ്ഞിനെ ബ്ലോക്കിൽ നിന്ന് 100 രൂപയ്ക്ക് കിട്ടിയ കോഴിക്കുഞ്ഞ്. അതെ, 4 പോയാലേ വെന്തിക്കോസിന്റെ പരിപാടി കിട്ടുക. എത്രയേ ഉള്ളൂ. അയ്യോ, അതിനപ്പുറത്തോട്ട് നമുക്ക് നിൽക്കാനൊക്കത്തില്ല. പണ്ട് വട്ടപ്പാറയിൽ ഞാൻ ഇരിക്കുന്ന കാലത്ത് അവിടെ ഒരു മനുഷ്യൻ വന്നു, ഒരു പഴയ അപ്പനാണ്. അപ്പൻ ദൈവം ഈ ഉണർവോട്ട് കയറിയപ്പോ ഒരു പാട്ടൊക്കെ പാടി സാക്ഷിയൊക്കെ പറഞ്ഞു, വിശുദ്ധന്മാരെന്നെ ചൂലെടുത്ത് തല്ലിയാലും ഞാൻ ഇതിന്ന് പോകത്തില്ല. ഇവിടെ ആരാണ്ട് വിശുദ്ധന്മാര് ചൂലിന് തല്ലാൻ നടക്കുക. വിശുദ്ധന്മാരാരും ചൂലിന് തല്ലാൻ നടക്കുക. ആ വിശുദ്ധന്മാർ ചൂലിന് തല്ലിയാലും ഞാൻ ഈ മാർഗം വിട്ടു പോകത്തില്ലെന്നൊക്കെ സാക്ഷി പറഞ്ഞു. കേട്ടവർക്കൊക്കെ വലിയ സന്തോഷം തോന്നി. അപ്പൻ നാട്ടിലെ ഒരു കൊച്ചു പ്രമാണിയാണ്. ആ ചൂലുകൊണ്ട് തല്ലിയാലും പോകാത്ത അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സാക്ഷിയെല്ലാം കഴിഞ്ഞ് പോയപ്പോ അന്ന് തലേ ദിവസം കണ്ട് പുള്ളി മുക്കൂട്ടുതറയിൽ പോയി ഒരു ചെരുപ്പ് പുതിയത് മേടിച്ചോണ്ട് വന്നേ. പരീക്ഷ നമുക്കിടയിലും ഉണ്ടേ. ഇറച്ചി ഉണ്ടാക്കുന്ന പണി നോക്കിക്കോണമേ. അപ്പൻ 2 പുത്തൻ ചെരുപ്പുമായിട്ടൊക്കെയാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വന്നത്. എന്തിനു പറയണ്ടോ, കാലക്കേടെന്ന് പറയട്ടെ. അപ്പൻ സഭായവും കഴിഞ്ഞപ്പോ ഏതോ ഒരുത്തൻ
ആ പുതിയ ചെരുപ്പും കൊണ്ടുപോയിട്ട് അവന്റെ 2 പ്ലാസ്റ്റിക് ചെരുപ്പ് ഇട്ടുകൊണ്ടുപോയി. അപ്പനാകെ പ്രശ്നമായി. നമ്മുടെ സഭ വിട്ടു. യൂല് കൊണ്ട് തല്ലേണ്ടി വന്നൊന്നുമില്ല. പാരകന്റെ ചെരുപ്പ് പോയപ്പോഴേ അപ്പൻ സഭ വിട്ടു. ദൈവമക്കളെ, ഞാൻ വന്നിറങ്ങി വന്ന് ചോദിച്ചു, എന്ത് പറ്റി? എന്റെ ചെരുപ്പ് മോട്ടിച്ചു. ഈ കൂട്ടത്തിൽ ഇനി ഞാൻ വരുന്നില്ല. 5 നിമിഷത്തിന് മുമ്പ് ഉണർവ് കൂടിയപ്പം ചൂലിന് തല്ലിയാലും പോകത്തില്ലെന്ന് പറഞ്ഞേച്ച് ചെരുപ്പ് പോയപ്പോൾ അപ്പൻ സഭ വിട്ടു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു എല്ലാം പോയി, സകലതും പോയി. ആശ്ചര്യമായി നോക്കുമ്പോൾ ഇത് യഹൂദന്റെ സമ്പത്താണെങ്കിൽ ആത്മീയമായി പഠിക്കുമ്പോൾ അത്തി നിന്റെ നീതിയാണ്, ഒലിവ് നിന്റെ അഭിഷേകമാണ്, മുന്തിരി നിന്റെ മനസ്സിന്റെ ആനന്ദമാണ്, വയലിലെ ധാന്യം നിന്റെ ആ ദൈവവചനവുമായുള്ള ബന്ധമാണ്, തൊഴുത്തിലെ കന്നാലികൾ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള ജീവിതമാണ്. ഇത്രേ നഷ്ടപ്പെട്ടു പോയാലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുമോ? ഇത് വന്നാൽ നമ്മൾ പിന്മാറ്റക്കാരാണെന്ന് പറഞ്ഞു പോകും. ഇത്രയും പോയി. അത്തി എന്ന നീതി പോയി, ഒലിവെന്ന അഭിഷേകം പോയി, മുന്തിരി എന്ന ആനന്ദം പോയി, വയലിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥനാ ജീവിതം പോയി, പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചു. ഇതെല്ലാം എനിക്ക് പോയി. അതുകൊണ്ട് ഞാൻ ദൈവമേ നിന്നെ ദുഷിച്ച് നിന്നെ വിട്ടു പോകുമെന്നല്ല പറഞ്ഞത്. അത്തി പോയാലും മുന്തിരി പോയാലും ഒലിവ് പോയാലും വയലിലെ സമ്പത്ത് നശിച്ചാലും ഞാൻ എന്റെ ദൈവത്തിൽ ഘോഷിച്ചാനന്ദിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ നീതി എന്നെ വിട്ടുപോയി, എന്റെ അഭിഷേകം എന്നിൽ നകന്നുപോയി, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയി, എല്ലാം സത്യമാണ്. എങ്കിലും എന്റെ യേശു മുഖാന്തരം ഈ രാത്രിയിൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളിത് പറയുമ്പോൾ പിശാചി കെട്ടിവെച്ച കെട്ടുകളെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. അവൻ പറഞ്ഞു, നിന്റെ നീതി പോയില്ലേ, നിന്റെ ഒലിവ് അഭിഷേകം പോയില്ലേ, നിന്റെ മനസ്സിന്റെ ആനന്ദം പോയില്ലേ, നീ എത്ര പ്രാർത്ഥിക്കുന്നവനാണ്, പ്രാർത്ഥന ജീവിതം പോയില്ലേ, എത്ര നാളായി നീ തിരുവെഴുത്ത് വായിച്ചിട്ട്, എത്ര നാളായി ആരാധനയ്ക്ക് പോയിട്ട്, എല്ലാം പോയടാ, പൂട്ടിക്കെട്ടി എന്ന് പറയുമ്പോൾ ഈ ദേഹം എന്താ പറയുന്നത്? അത്തി പോട്ടെ, മുന്തിരി പോട്ടെ, ഒലിവ് പോട്ടെ, തൊഴുത്തിലെ കന്നാലി നശിക്കട്ടെ, എങ്കിലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും, എന്റെ യഹോവയിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും. എന്താണ് അതിന്റെ രഹസ്യമെന്നറിയാമോ? അവൻ എന്റെ കാലുകളെ പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. എന്റെ ബലം എന്റെ ദൈവത്തിന്റെ ബലമാണ്. ഈ അറിവുള്ള ഒരു ദൈവ പൈതലിന് ഏതവസ്ഥയിലും അവന്റെ ദൈവത്തെ സ്തുതിക്കും. എന്താ പറയുന്ന? വായിച്ചാട്ട്. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. ഈ രാത്രിയിൽ നമുക്കതൊന്ന് ഏച്ചു പറയണം. യഹോവയായ കർത്താവ് എന്റെ ബലമാണ്. അടുത്തത്, അവൻ എന്റെ കാൽ പേടമാന്റെ കാല് പോലെയാക്കും. അടുത്തത്, ഉന്നതികളിന്മേൽ എന്നെ ഉന്നതങ്ങളിൽ നടത്തും. അത്തി പോയപ്പോഴും ഒലിവ് പോയപ്പോഴും മുന്തിരി പോയപ്പോഴും മനം മടുക്കാതെ ദൈവത്തെ സ്തുതിച്ച് ഏതവസ്ഥയിലും ഒരു ദൈവ വൈതലിന് അവന്റെ യജമാനനെ സ്തുതിക്കണമെങ്കിൽ അവൻ ആഴത്തിലൊരറിവുണ്ട്. എന്റെ കാലുകൾ പേടമാന്റെ കാല് പോലെയാണ്. എന്റെ ബലം എന്റെ ദൈവത്തിന്റെ ബലമാണ്. ഞാൻ നിൽക്കുന്നത് പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത എന്റെ ദൈവത്തിന്റെ പാറയിലാണ്. ആ അറിവുള്ളവന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാ പാതകളിലും സ്തുതിക്കാം. ദൈവമൊക്കെ ആഴത്തിൽ ഈ അറിവുണ്ടായിരിക്കണം. പലർക്കും ആഴത്തിൽ ഈ അറിവില്ല. അവർ തങ്ങളുടേതായ പ്രയത്നം കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ആഗ്രഹിക്കും. ഒടുവിൽ അവർ 100% പരാജിതരും അരിഷ്ടരുമായി തീരും. കപടഭക്തിയും പ്രാകൃതവും അവരുടെ കൂടപ്പുറപ്പായി തീരും. വരരുതേ, നിങ്ങൾ ഓർത്തുകൊള്ളണമേ, നിങ്ങളുടെ കാലുകൾ പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത പാറമേലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ബലം ആരുടെ ബലമാണെന്നറിയാമോ? അത് ദൈവത്തിന്റെ ബലമാണ്. നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? അത് ഉന്നതഗിരികളിലാണ്. വിശുദ്ധന്മാർ ഐക്യത്തിലാണ് നീ നിൽക്കുന്നത്. നിന്റെ ബലം ദൈവത്തിന്റെ ബലമാണ്. നീ നിൽക്കുന്ന പാറ യേശുവാണ്. മുന്തിരി നഷ്ടപ്പെട്ടാലും ഒലിവ് നഷ്ടപ്പെട്ടാലും അത്തി നഷ്ടപ്പെട്ടാലും എനിവേ എന്റെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞാലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. എന്റെ ബലം ഉയർത്തുവന്ന് എന്റെ യേശുവിന്റെ ബലമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഒന്നാമത്തെ അറിവ് ഇതായിരിക്കണം. ഏത് പാതയിൽ കൊണ്ടുപോയാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഏതവസ്ഥയിൽ ഇരുന്നാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും.
ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ. അത് നിമിത്തം പ്രതിസന്ധി വരുമ്പോൾ അവർ ആടിപ്പോകും. നമുക്ക് അത് ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായിട്ടുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത്, നമ്മുടെ ദൈവ പരിജ്ഞാനത്തെക്കുറിച്ച് ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ദാവീദ് ഒരിക്കൽ പറയുകയാണ്, എനിക്ക് ആ പരിജ്ഞാനം ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. 139 സങ്കീർത്തനത്തിന്റെ വരികൾ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ആ പരിജ്ഞാനം ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. കാരണം എന്താ? മനുഷ്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പാടാ. എന്താ പാടെന്നറിയാമോ? അവൻ പറയാണ്, ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീ അവിടെ ഉണ്ട്. ഇല്ലേ, അത് നമുക്കറിയാം. നമ്മൾ സ്വർഗത്തിൽ കയറിയാൽ ദൈവം അവിടെ ഉണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വേർഡ്സ്, അടുത്ത വാക്ക് ഏതാ? 139 അടുത്ത വാക്ക് ഏതാ? ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോഴും നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഈ അറിവ് എത്ര പേർക്കുണ്ട് സഹോദരങ്ങളെ? സ്വർഗത്തിൽ കയറിയപ്പോൾ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു, അതിലാർക്കും സംശയമില്ല. പക്ഷെ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോൾ, സ്വർഗത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന ദിവസം ഓർമ്മയുണ്ടോ? അന്നൊരു അലൂമിനിയം ഏണി ഉണ്ടായിരുന്നു, നമുക്ക് സിയോനി കയറാമായിരുന്നു. അത്ര 110 ഒരു ഏണിയുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാം. അത്രയും പൊക്കത്തിലാണ് നിന്നത്. പിറ്റേ ആഴ്ചയോ അങ്ങ് താഴോട്ട് പോയി. എങ്ങോട്ട്? പാതാളവാതിക്കലോട്ടതാണ്. അപ്പൊ സിയോന്റെ പടിവാതിക്കലും പാതാളവാതിക്കലും കിടന്നാണ് ഇവന്റെ ഡാൻസ് മുഴുവൻ. ആകാശത്തോളം ഉയരും, ആഴത്തിലേക്ക് പോകും. ആകാശത്തോളം ഉയരും, ആഴത്തിലേക്ക് പോകും. ചിലർ ആകാശത്തോളം ഉയരുമ്പോൾ മറ്റുള്ളവരെ മൊത്തം അങ്ങ് വിധിക്കും. ആഴത്തിലേക്ക് പോകുമ്പോൾ വായും അടച്ച് സഭയും വിട്ട് മൗനമായിരിക്കും. ദാവീദ് പറയാണ്, എനിക്ക് പരിജ്ഞാനം ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. എന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. അടുത്തത്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റിയപ്പോൾ, പാതാളവേദന എന്നെ പിടിച്ചപ്പോൾ, അന്നേരവും നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അടുത്തത്, ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയപ്പോഴും നിന്റെ കൈ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇരുട്ടിലും നീ വെളിച്ചമായി എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. പ്രിയ ദൈവവൈതലേ, നിന്റെ ഉയർച്ചയിൽ മാത്രമല്ല, നിന്റെ താഴ്ചയിലും ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നീ പാതാളത്തിൽ കിടക്ക വിരിച്ച് നിരാശയുടെ പാശങ്ങൾ നിന്നെ ചുറ്റി, അയ്യോ കർത്താവേ തിരുമുഖം മറച്ചോ എന്ന് ചോദിച്ചപ്പോഴും കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായി. ഇരുളിന്റെ കഷ്ടരാത്രികൾ നിന്റെ പ്രാണനെ വേട്ടയാടി, അനീതിയുടെ രാത്രികൾ നിന്റെ പ്രാണനെ വേട്ടയാടി. ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ നീ എനിക്ക് വെളിച്ചമായി വന്നു. കേരളക്കരയിലെ ഭക്തന്മാർ ഒരുവനായ സാധു കൊച്ചുഞ്ഞുദേശിതന്റെ മനോഹരമായ പാട്ടിന്റെ വരികൾ എഴുതി, കാർമേഘത്തിനുള്ളിലും നീ മിന്നും സൂര്യശോഭ ഞാൻ കണ്ടു എന്ന്. സത്യമല്ലേ? ഓർത്തു നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ ആകാശത്തോളം ഉയർന്നപ്പോൾ മാത്രമല്ല, ആഴത്തിൽ താണു പാതാളവാതിക്കൽ കടന്നപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. യെരൂശലേമിൽ പാർത്തപ്പോൾ മാത്രമല്ല, മനുഷ്യന്റെ കാലത്താത്ത ദൂരത്ത് ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയപ്പോഴും ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. അനീതിയുടെയും കഷ്ടതയുടെയും രാത്രികൾ നിന്റെ പ്രാണനെ വേട്ടയാടിയപ്പോൾ അതിന്റെ നടുവിൽ വെളിച്ചമായി വന്ന് ജീവനുള്ള പ്രദേശത്ത് നിന്നെ സൂക്ഷിച്ച് ഈ രാത്രിയെ ദൈവത്തെ സ്തുതിപ്പ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന ദൈവ പരിജ്ഞാനത്തിന്റെ ആഴം ഗ്രഹിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പലപ്പോഴും ഇതറിയാത്തതുകൊണ്ട് പലരും ഇടറിപ്പോകും. അത് വരരുതേ സഹോദരങ്ങളെ. ഉയരുമ്പോൾ നിഗളിച്ചിട്ട് അന്യനെ വിധിക്കരുത്. നിരാശപ്പെടുമ്പോൾ അരിഷ്ടനെന്ന് പ്രഖ്യാപിച്ച് ദൈവത്തെ വിട്ടുപോകരുത്. വെളിച്ചത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, ഇരുളിലിരിക്കുമ്പോഴും ദൈവം നിന്റെ കൂടെ ഉണ്ട്. അവന്റെ വിശ്വസ്തതയ്ക്കൊരിക്കലും മാറ്റം വരത്തില്ല. ഉയർത്തിയും താഴ്ത്തിയും താഴ്ത്തിയും ഉയർത്തിയും നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിപ്പാൻ അവൻ ശക്തനാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അറിവെന്ന് പറയുന്നത് ഇത് ദൈവ പരിജ്ഞാനത്തിന്റെ അറിവാണ്. ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം എന്റെ ദൈവമുണ്ട്. ഒന്നാമത്തെ അറിവ് ഏതാണ്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും, അത്തി പോയാലും, മുന്തിരി പോയാലും, ഒലിവ് പോയാലും, എനിവേ എന്ത് നഷ്ടപ്പെട്ടു പോയാലും, എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. രഹസ്യം എന്ത്? എന്റെ കാല് നിൽക്കുന്നത് പാറമേലാണ്. എന്റെ ബലം എന്റെ യേശുവിന്റെ ബലമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഇടയാകട്ടെ. സ്വർഗം ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായിട്ട് ദയവായി ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, നമ്മുടെ മൂന്നാമത്തെ അറിവ് പൗലോസ്ലീഹായുടെ അറിവാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്ന വാക്യതാണ്. ഒന്ന് വായിച്ചാൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മൂന്നാമത്തെ അറിവിതാണ്. എല്ലാ കാലത്തും ഒരുത്തന് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, സമൃദ്ധി വരുമ്പോ ചില മനുഷ്യർ ദൈവത്തെ സ്തുതിക്കും. ഇനി ചിലര് സമൃദ്ധി വന്നാൽ ദൈവത്തെ വിട്ടു പോകും. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അവൻ ആ ദരിദ്രനായിട്ട് അങ്ങ് ജീവിച്ചാൽ അവന് സ്വർഗത്തിൽ പോകാം. കർത്താവായ യേശു പറഞ്ഞ ഉപമയിൽ ആ ലാസർ മരിക്കുന്നവരെയും ദരിദ്രനായിരുന്നു. അവൻ ആ ദാരിദ്ര്യത്തിൽ ജീവിക്കട്ടെ, അതവന്റെ സുരക്ഷിതത്വമാണ്. ഇല്ല, അവന് സമ്പത്ത് കൊടുത്താൽ ഒരുപക്ഷെ അവൻ പ്രാകൃതനായി പോകും. സത്യമാണ് സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് സമൃദ്ധി വന്നാൽ ദൈവത്തെ വിട്ടുപോകും. ഇനിയും ചിലർക്ക് ദാരിദ്ര്യം വന്നാൽ ഞാൻ എന്റെ ദൈവത്തെ പരമാർത്ഥതയിൽ സേവിച്ചിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു പോകും. എന്നാൽ ഏത് കാലത്തും നിനക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് നീ അറിഞ്ഞാട്ട്, നിന്റെ ബലം ദൈവത്തിന്റെ ബലമാണ്. യേശു അവസാനം പറഞ്ഞ വാക്കേതെന്നറിയാമോ? മനോവേദനയോടെ സ്ത്രീകന്മാർ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്തത്, ഞാൻ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഇനി മൂന്നാമത്തെ അറിവിലേക്ക് വരാം. സമയം അവസാനിക്കുന്നു. മൂന്നാമത്തെ അറിവ് ഏതാണെന്നറിയാമോ? വായിച്ചാട്ട് ഒന്നുകൂടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ സകലതും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരും. നമുക്ക് ഈ അറിവുണ്ടോ സഹോദരങ്ങളെ? ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും തിന്മയ്ക്കായിരിക്കും. അതൊക്കെ നന്മയായി മാറും സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർ ജോസഫിനെ വിറ്റതാണ്, പക്ഷേ ദൈവം അയച്ചതാണ്. പെട്ടെന്നൊന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ലെന്നേ. ചിലതെല്ലാം നന്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ മനുഷ്യരാണ്, നമ്മളിൽ കൂടെ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. തനി നിമിത്തം പലപ്പോഴും എന്ത് ചെയ്യും? പലതും ദൈവം അനുവദിക്കും. ഇതൊന്നും ദോഷത്തിനായിട്ടല്ല, ഇതെല്ലാം നന്മയ്ക്കാണ്. ഇന്ന് രാത്രി പ്രിയ ദൈവ പൈതലേ, നീ സധൈര്യം വെച്ച് പറഞ്ഞാട്ട്, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കൊണ്ട്, അവന്റെ നിർണയത്തിൽ ഉൾപ്പെട്ടിരിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ നേരിടുന്നതെല്ലാം നന്മയ്ക്ക. നമുക്കൊന്ന് പറയാമോ? ചെകുത്താൻ വന്ന വഴിക്ക് ഓട്ടോ പിടിച്ച് ആന്ധ്രായ്ക്ക് പൊക്കോളും, യാതൊരു സംശയവുമില്ല. എല്ലാം നന്മയ്ക്കാന്ന് പറഞ്ഞാൽ മതി. ചെകുത്താനെ അതും നന്മയ്ക്ക, അതും നന്മയ്ക്ക. അപ്പൊ തലവേദന വന്നതോ, എടാ അതും നന്മയ്ക്ക. കടഭാരം വന്നു, അതും നന്മയ്ക്ക. പോയ വഴിക്ക് നിന്റെ ബൈക്ക് മറിഞ്ഞില്ലേടാ, ചെകുത്താൻ ചോദിക്കും, പറഞ്ഞു അതും നന്മയ്ക്ക. പിശാചുവിന് എന്തോ പറഞ്ഞാ പിടിക്കുന്നത്? നമ്മളെ തിന്മയ്ക്കെന്ന് പറയുവാൻ നമ്മുടെ ആദരം തുറക്കാനാണ് അവൻ ഈ മെനക്കെട്ട് നടക്കുന്നത്. എന്നാൽ നന്മയ്ക്കാണെന്ന് പറഞ്ഞാട്ട് എല്ലാം നന്മയ്ക്ക്. ഇന്ന് രാത്രി നമുക്ക് പറയാം, എത്ര പേർക്ക് പറയാം, ദൈവ ഇഷ്ടം ചെയ്യാൻ വിളിക്കപ്പെട്ടവരെ, ദൈവത്തെ എല്ലാറ്റിലും നിങ്ങൾ സ്തുതിക്കണം. എല്ലാം എന്റെ ദൈവം നന്മയ്ക്കാണ് ചെയ്തെന്ന് പറയണം. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അവര് ചിന്തിക്കും, കർത്താവെ അവര് ചെയ്തു, ഇവര് ചെയ്തു, അതാണ് ഇതാണെന്നല്ല. പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ സാമിപ്പൻ ചാൻ, അദ്ദേഹം ഒരു കാലത്ത് IPCയുടെ ശുശ്രൂഷനായിരിക്കും കാലത്ത് ബഹുമാനപ്പെട്ട പരേതനായ K. എബ്രഹാം സാറ് തനിക്ക് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം എന്നോട് പറഞ്ഞു. ബൈബിളിലെ ലില്ലി പുഷ്പത്തിന്റെ കാര്യം. ലില്ലി പുഷ്പം എന്ന് പറഞ്ഞാല് പാലസ്തീൻ നാടുകളിലെ, അതുപോലെ ഇസ്രായേൽ മലഞ്ചെരുവിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ചെടിയാണ്. അതിനിങ്ങനെ നേർത്ത് നൈസായ ഒരു വള്ളിയും ചെമ്പരത്തിപ്പൂവിന്റെ മൊട്ടുപോലുള്ള ഒരു മൊട്ടുമാണ്. അപ്പൊ അതിന്റെ മേളിൽ ഒരു ഭയങ്കര കവറുണ്ട്, നല്ല കട്ടിയുള്ള ഒരു കവറുണ്ട്. ഈ കവർ ഒരിക്കലും തന്നെ പൊട്ടത്തില്ല. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ ചെടിക്ക് ചുറ്റും റോസയുടെ മുള്ളു പോലെ ഇങ്ങനെ വളഞ്ഞ മുള്ളുകൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ നൈസായി നിൽക്കുന്ന ഈ തണ്ട് എന്തെന്നറിയാമോ, അത് വളർന്ന് പൂർണ്ണതയിൽ എത്തിയാൽ ഉടനെ അതിങ്ങനെ ആടാൻ തുടങ്ങും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. തനിയെ ഇത് പൊട്ടത്തില്ല. അങ്ങോട്ട് ആടിച്ചെല്ലുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മുള്ളു കയറി ഇതിന്റെ ഒരു സൈഡിൽ പിടിക്കും. അങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ കാറ്റടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ഭാഗം കീറിപ്പോകും. ഇപ്പുറത്ത് വരുമ്പോൾ ഇങ്ങേ മുള്ളും പിടിക്കും. ഇങ്ങനെ 4 സൈഡിലും ആടിക്കഴിയുമ്പോൾ ഈ പുറത്തെ ഈ കട്ടിയുള്ള ആ കടുപ്പമുള്ള കവറ് പൊട്ടി ചുരുണ്ടങ്ങ് മാറിത്തെറിക്കും. പെട്ടെന്ന് ലില്ലി പുഷ്പം വിരിയും. മനോഹരമായ ഒരു രൂപം.
നല്ല സുഗന്ധം, പറന്നെടുക്കുന്ന തേനീച്ചയ്ക്ക് ആവശ്യമുള്ള തേന് എല്ലാം കിട്ടും. അപ്പോൾ ഇതിങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഈ 4 സൈഡിൽ നിൽക്കുന്ന മുള്ളെ കൊണ്ട് ഇതിന്റെ പുറന്തോട് നോവുന്ന കണ്ടിട്ട് നമുക്ക് ദയ തോന്നി നമ്മളൊരു കറിപ്പിച്ചാത്തിയും കൊണ്ട് എന്ന് ആ സമീപത്തെ മുള്ളെല്ലാം അങ്ങ് ചെത്തിവിട്ടെന്നിരിക്കട്ടെ. പാവപ്പെട്ട ലില്ലി പുഷ്പം താണ്ട് അവന്റെ മുതുക് കീറുന്നെന്ന് പറഞ്ഞ് അങ്ങേപ്പുറത്തേത് അങ്ങ് വെട്ടി, ഇപ്പുറത്തേതും വെട്ടി, 4 സൈഡും വെട്ടിയെന്നിരിക്കട്ടെ. നമ്മൾ നോക്കി നിന്നോ, പൂ ഇങ്ങനെ കുറെ നേരം ആടിക്കൊണ്ടിരിക്കും. ഇവന്റെ പുറമേയുള്ള മുള്ളു നീക്കിക്കളയാൻ, പുറമേയുള്ള കാർഡ്ബോർഡ് ഈ കടുപ്പമേറിയത് നീക്കിക്കളയാൻ മുള്ളില്ലാതെ ആടി 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 വയസ്സ് 65 ലില്ലി പുഷ്പം അവിടെ വീണ് ചത്തുപോകും. ഒന്നും നേടാനൊത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നീ പൊട്ടി പുറത്തു വന്ന് വിരിഞ്ഞ് ശോഭയോടെ പുറത്തു വരാനാണ് 4 സൈഡിലും ഈ മറിയാമ എന്ന മുള്ളും കറിയാച്ചൻ എന്ന മുള്ളും അവറാച്ചൻ എന്ന മുള്ളും ഒക്കെ വെച്ചിരിക്കുകയാണ്. ആ മുള്ളില്ലെങ്കിൽ നിന്റെ ആയുസ്, നിന്റെ പുറന്തോട് പൊട്ടി നീ പുറത്തു വരത്തുമില്ല, നീ ശോഭയുള്ളവനായി തീരത്തുമില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി പറയാമോ, എല്ലാം നന്മയ്ക്കാണ്, ആ മുള്ളുകളെല്ലാം നന്മയ്ക്കാണ്. ആ മുള്ളാണ് എന്റെ പുറന്തോട് പൊട്ടിച്ചെന്നെ പുറത്തു കൊണ്ടുവന്നത്. ആ മുള്ളുകൾ എന്നിൽ ഉരസിയപ്പോഴാണ് എന്റെ പ്രാകൃതം എന്നെ വിട്ടുപോയത്. ഞാൻ ശോഭയോടെ പുറത്തു വരുവാൻ ആ മുള്ളാണ് എന്നെ സഹായിച്ചെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? പിശാചി ലജ്ജിക്കട്ടെ, ദോഷമായിട്ടൊന്നും ഭവിച്ചിട്ടില്ല. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കൊണ്ടും അവന്റെ നിർണയത്തിൽ ഉൾപ്പെട്ടിരിക്കൊണ്ടും എന്റെ തലയിലെ തലമുടി 4 പോലും എണ്ണി അറിയുന്ന ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നന്മയ്ക്ക്. ഒന്ന് ഏച്ചു പറഞ്ഞാട്ടെ, എല്ലാം നന്മയ്ക്ക്, എല്ലാം നന്മയ്ക്ക്. സാത്താൻ ലജ്ജിച്ചു പോകട്ടെ. ജീവിതത്തിന്റെ എല്ലാ തുറകളും നന്മയ്ക്കാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സമയം കഴിഞ്ഞുപോയി. അടുത്തതായി ഏത് പാതയിലും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ അറിവ് ഇയ്യോബിന്റെ അറിവാണ്. മക്കളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ സമ്പത്തും നശിച്ചു. ഇയ്യോബ് യഹോവയുടെ മുൻപാകെ സാഷ്ടാംഗം വീണു. വാക്ക് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. 10 മക്കൾ ഒന്നിച്ചു മരിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, ശരീരമാസകലന് രോഗം പിടിച്ചു, എല്ലാവരും നിന്ദിച്ചു. ഇയ്യോബ് എന്ത് ചെയ്തു? യഹോവയുടെ മുൻപാകെ സാഷ്ടാംഗം വീണു. നല്ല വാക്കാണ്. അവൻ യഹോവയുടെ മുൻപാകെ സാഷ്ടാംഗം വീണു. അവൻ പറഞ്ഞ വാക്ക് ഏതാണ്? ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ! ഇന്ന് രാത്രി പരസ്യമായി പ്രഖ്യാപിക്കാം, ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല. എന്റെ ദൈവം തന്നു, അവൻ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ കാലത്തും ഒരു ദൈവവൈതലിന് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഒന്നാമത്തെ അവന്റെ അറിവ് ഹബഖൂക്കിന്റെ അറിവാണ്. രണ്ടാമത്തെ അവന്റെ അറിവ് ദാവീദിന്റെ അറിവാണ്. മൂന്നാമത്തെ അവന്റെ അറിവ് പൗലോസ്ലിഹായുടെ അറിവാണ്. നാലാമത്തെ അവന്റെ അറിവ് ഇപ്പോൾ നാം വായിച്ചു കേട്ടല്ലോ, എല്ലാം ഇയ്യോബിന്റെ അറിവാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. അടുത്ത ഭാഗത്ത് വരുമ്പോൾ പൗലോസ് പറഞ്ഞു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടമാണ്. തക്കതൊന്ന് അടിക്കുമ്പോൾ തീരുമെന്നാണ്. എന്തൊരു വാക്കാണ്! നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. 195 അടി മുതുകിലേറ്റ് ശരീരം മുഴുവൻ മുറിപ്പാടുകൾ കൊണ്ട് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി കഷ്ടതയും പട്ടിണിയും നഗ്നതയും തന്റെ പ്രാണനെ വേട്ടയാടുമ്പോൾ ആ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമായ തേജസ്സിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഈ കഷ്ടതയുടെ പിന്നിൽ മനോഹരത്തമായ ഒരു തേജസ്സുണ്ട്. ഈ കഷ്ടതയുടെ പിന്നിൽ മനോഹരത്തമായൊരു സിംഹാസനമുണ്ട്. ഈ അറിവുള്ളവന് എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സമയം അവസാനിക്കുന്നു. നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ തള്ളി തുറക്കാം. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കർത്താവ് സിയോനിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടച്ചാട്ട് ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് എങ്ങനെ നേടാം? എല്ലാവരും ഒരു നിമിഷം ദയവായി എഴുന്നേറ്റ് നിന്നാട്ട്. നമ്മുടെ മീറ്റിംഗിന്റെ അവസാന ദിവസത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ആരും ദയവായി ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി അശ്രദ്ധയോടെ ഇരുന്ന് ശാപയോഗ്യരാകരുതേ സഹോദരങ്ങളെ. ദൈവത്തിന്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ അടയ്ക്കാം, അകമേയുള്ള കണ്ണുകളെ തുറക്കാം. സ്വർഗം തന്ന വാഗ്ദത്തങ്ങൾ ഒരു നിമിഷം ധ്യാനിച്ചാട്ട് നിന്റെ ഓർമ്മയിൽ നിനക്ക് സ്വർഗം തന്ന വാഗ്ദത്തങ്ങളെല്ലാം ഓർത്താട്ട്. ഒരുപക്ഷെ അത് ദൈവശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ മേൽ പകർന്ന അഭിഷേകമായിരിക്കാം. എന്തു ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം ആ വാഗ്ദത്ത വചനങ്ങളെ നീ ഓർത്താട്ട് പരമാർത്ഥതയോടെ നീ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ.
എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. എല്ലാവരും ആ വാഗ്ദത്തങ്ങൾ ഏറ്റു പറഞ്ഞാട്ട്. എന്താണ് പൗലോസ് പറഞ്ഞത്? വിശ്വാസത്താൽ അവർ വാഗ്ദത്തങ്ങളെ നേടി. നമുക്ക് ഏറ്റു പറയാം, യേശുവേ, ഞാൻ വിശ്വാസത്തിൽ വളരെ പിന്നിലാണ്. നീ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. എന്റെ ആയുസ് തീരാറായി. വാഗ്ദത്തങ്ങളുടെ ഭണ്ഡാരം എന്റെ മുമ്പിൽ നിൽക്കുന്നു. ദയവായി അത് തുറക്കാൻ എന്നെ സഹായിക്കണം. യേശുവേ, എന്നെ ദീർഘക്ഷമയുള്ളവനാക്കി തീർക്കണമേ. ആ ദീർഘക്ഷമയാൽ ഞാൻ വാഗ്ദത്തങ്ങളെ തുറക്കും. യേശുവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. എന്നെ വിശുദ്ധിയിലേക്ക് നടത്തണമേ. കർത്താവേ, നന്മ ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. പുറമേയുള്ള കണ്ണുകൾ അടച്ചാട്ട്. അകമേയുള്ള കണ്ണുകളെ തുറന്നാട്ട്. നിങ്ങളുടെ വലത് കരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കാട്ട്. പരമാർത്ഥതയോടെ കരഞ്ഞു പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ആ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരണം. നീ എന്നെ നടത്തുന്ന പാതയിലൊക്കെയും ഞാൻ നിന്നെ സ്തുതിച്ചുകൊള്ളാം. ഞാൻ അറിയുന്ന കർത്താവേ, ഞാൻ അറിയുന്നു. ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ മാത്രമല്ല, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു കർത്താവേ. ഞാൻ യെരൂശലേമിൽ പാർത്തപ്പോൾ മാത്രമല്ല, ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ മറന്ന നാളുകൾ ഉണ്ടായി കർത്താവേ. ഞാൻ നിന്നെ വിട്ടോടിപ്പോയ നാളുകൾ ഉണ്ടായി കർത്താവേ. ഇരുളിന്റെ അനീതി എന്നെ ചുറ്റി വളഞ്ഞ ദിനങ്ങൾ ഉണ്ടായി കർത്താവേ. എങ്കിലും കർത്താവേ, നീ എന്നെ സഹായിച്ചല്ലോ. ഓ, എല്ലാം എനിക്ക് നഷ്ടപ്പെടട്ടെ. എന്റെ കാലുകൾ പേടമാന്റെ കാല് പോലെയാണ്. എന്റെ ബലം എന്റെ യേശുവിന്റെ ബലമാണ്. ഓ, ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്ക് നന്മയ്ക്കായി തീരൂ. എന്റെ കഷ്ടത നോടി നേരത്തേക്കേ ഉള്ളൂ. ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു. സാത്താൻ ലജ്ജിക്കട്ടെ. ശബാലബാലകത്തുര. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പുതിയ അഭിഷേകത്തിനായി യാചിച്ചാട്ട് ആ അഭിഷേകം നിന്റെ ഹൃദയത്തെ ഉണർത്തട്ടെ. നീ നിരാശപ്പെട്ടു പോകാതെ നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരേണമേ, എന്നിൽ പകരേണമേ, സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കേണമേ, എന്നിൽ പുതുക്കേണമേ. വിശുദ്ധി ആത്മാവിനെ പകരേണമേ, എന്നിൽ പകരേണമേ. സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കേണമേ, പുതുക്കേണമേ. വിശുദ്ധി ആത്മാവിനെ പകരേണമേ, എന്നിൽ പകരേ. സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിനെ ആ അനുഗ്രഹം നിന്റെ സമാധാനമായി തീരട്ടെ. ആ അനുഗ്രഹം നിനക്ക് സൗഖ്യമായി തീരട്ടെ. വിശുദ്ധിയാത്മാവിനെ പകരണമേ, പകരണമേ. സിയോനിൽ നിന്നും ആത്മാവിനെ കൊടുക്കണമേ, കൊടുക്കണമേ. വിശുദ്ധിയാത്മാവിനെ പകരണമേ, പകരണമേ. സിയോനിൽ നിന്നും ആത്മാവിനെ കൊടുക്കണമേ, കൊടുക്കണമേ. വിശുദ്ധിയാത്മാവിനെ പകരണമേ, സിയോനിൽ നിന്നും ആത്മാവിനെ കൊടുക്കണമേ, കൊടുക്കണമേ. വിശുദ്ധിയാത്മാവിനെ Hallelujah. Hallelujah, 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 hallelujah. Amen. Hallelujah, hallelujah, hallelujah. En ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, എന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ,
നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. എല്ലാവരും സമർപ്പിച്ചു പാടിയാണ്, ഏറ്റുപറഞ്ഞു പാടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ വർഷവും സുവിശേഷ മീറ്റിംഗ് നടത്തുവാൻ ദൈവം നമുക്ക് സാഹചര്യം അനുവദിച്ചു തന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രി സമയം നമ്മോട് അറിയിച്ചുകൊണ്ടിരുന്നല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കേട്ട വചനം എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരണമെന്നുള്ളതാകുന്നു. ദൈവീയ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. വിലയേറുന്നു അദ്ഭുതമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇവയാൽ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദൈവമക്കൾ ദൈവീയ സ്വഭാവത്തിന് അനുരൂപരായി തീരണം. വാഗ്ദത്തം അവകാശമാക്കുവാൻ വിശ്വാസം നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കത്തക്ക വിശ്വാസമുണ്ടോ? ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം നിറവേറ്റുമെന്നുള്ള വിശ്വാസമുണ്ടോ? ദീർഘക്ഷമയോടെ കാത്തിരിപ്പാൻ കഴിയുമോ? രണ്ടാമതായി ദീർഘക്ഷമ നമുക്ക് ആവശ്യമാകുന്നു. മൂന്നാമതായി ഇന്ന് നാം കേട്ടതുപോലെ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. പുത്രനെ കുറിച്ചുള്ള ദൈവപിതാവിന്റെ ഇഷ്ടം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി പുത്രനെ തകർത്തു കളയുക. പുത്രനെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം വിശ്വാസത്താൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ അവകാശമാക്കണം. നിത്യജീവൻ ദൈവത്തിന്റെ ജീവനാകുന്നു. പിതാവിന്റെ ഇഷ്ടം പുത്രനെ കുറിച്ചുള്ളത് തന്നെ ഏൽപ്പിച്ച ജനമെല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം. ഈ അനുഭവങ്ങളെല്ലാം ദൈവമക്കളാകെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഇഷ്ടം അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി തീരണം. ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെടണം. ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും വിശുദ്ധീകരിക്കപ്പെടണം. വേർപാട് ജീവിതത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരണം. ദൈവേഷ്ടം ചെയ്യുവാനായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുന്നവർക്ക് ഒരുക്കുന്നതായ നിത്യ അവകാശമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ സുവിശേഷ മീറ്റിംഗിൽ പങ്കെടുത്തവർ മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്നാനപ്പെട്ടവർ അതേ മാനസാന്തരപ്പെട്ടവർ സ്നാനമെടുക്കണം. സ്നാനമേറ്റവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവശക്തിയിൽ കാക്കപ്പെടണം. രോഗശാന്തി അനുഭവിക്കണം. അവർ ലോകത്തിൽ നിന്ന് ലോകക്കാരെന്ന് വേർപെട്ട് ജീവിക്കുന്നവരായി തീരണം. ഈ അപ്പോസ്തോലികമായ ഉപദേശത്തിൽ നിലനിൽക്കണം. പലവിധ ഉപദേശങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഉപദേശം ദൈവം പിതാവ് പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത പുത്രനത് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ അപ്പോസ്തോലികമായ ഉപദേശത്തിൽ നിലനിൽക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഈ ദിവസങ്ങളിൽ നൽകപ്പെട്ട എല്ലാ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഷ്ടമായാലും നഷ്ടമായാലും ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും, എപ്പോഴും സന്തോഷിപ്പാനും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ദൈവ ഇഷ്ടം നമ്മെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കടന്നു ദൈവത്തിന്റെ വചനം കേട്ടവർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അക്ഷരീയമായും ആത്മീയമായും ദൈവം നമ്മെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ.
എന്നുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കേട്ട വചനം പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതുപോലെയോ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെയോ വഴിയരികെ വിതയ്ക്കപ്പെട്ടതുപോലെയല്ല, നൂറുമേനിയായി വിളവ് കൊടുക്കണമതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ അന്ധകാര ശക്തികളെയും നിർമൂലമാക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിനെയും പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. കൂട്ടിയെടുത്ത് എല്ലാവരെയും അനുഗ്രഹിച്ചയക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നാളത്തെ യോഗവിവരം അറിയിക്കുന്നു. മുൻപ് നിശ്ചയിച്ചതുപോലെ തന്നെ നാളെ 9 മണിക്ക് 8 സഭകളുടെ സംയുക്ത ആരാധന 9 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ചെങ്ങന്നൂർ, ചാരുമൂട്, പാണ്ടനാട്, മാവേലിക്കര, കോടുകുളഞ്ഞി, പരിമല, ബുധനൂർ, വെൺമണി എന്നീ സഭകളുടെ സംയുക്ത ആരാധന കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈ സഭയിലുള്ള സുവിശേഷ വേലക്കാരും വിശ്വാസികളും ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. വാഹന സൗകര്യം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളുള്ളതുപോലെ വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഇവിടുത്തെ മീറ്റിംഗുകളുടെ CD നാളെ സഭായോഗത്തിന് ശേഷം CD സ്റ്റാളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം ഒരു വിശ്വാസിയുടെ മൊബൈൽ ഫോൺ ഇവിടെ നഷ്ടമായിട്ടുണ്ട്. കിട്ടിയവരത് തിരികെ ഏൽപ്പിക്കുവാൻ പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദൈവേഷ്ടം ചെയ്യുന്നവർക്കായി ഒരുക്കുന്ന അവകാശം പ്രാപിപ്പാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മടക്കയാത്രയിൽ കൂടെ ഇരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനി കാണുന്നൊരു രക്തവെളുപ്പിൽ മറച്ചുകൊള്ളേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ ദൈവത്തിന്റെ ആലോചനയെ അറിയിപ്പാൻ തന്റെ ദാസനെ ഉപയോഗപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ കടന്നു ദൈവവചനം കേട്ടവർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരുന്നതിന് നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ആ നല്ല നാൾ ഏറ്റവും അടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിനക്ക് ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രിയുടെ മക്കളായ ഞങ്ങളെ പല സ്ഥലങ്ങൾ ദശല്യ കൂട്ടുകാരായി സ്തോത്രം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്ന പോലെ ഈ 3 ദിവസത്തെ കൂട്ടങ്ങൾ കർത്താവ് നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. രാത്രി ഞങ്ങൾ ഒന്ന് അസംബ്ലി വരെ നിന്റെ ആത്മാവ് വിവിധ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നവീകരണ ശക്തിയാൽ നിറയപ്പെടുവാൻ സർവ്വസന്തോഷം ഈ ഭൂമിയിൽ അനുഭവിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയഗീതങ്ങൾ പാടുവാൻ ദത്തിൽ സന്തോഷിപ്പാൻ ഇടയാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയെ കർത്താവ് ഏൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സാക്ഷി കേട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവിലൂടെയുള്ള രക്ഷയും സന്തോഷവും സൗഖ്യവും പ്രായപ്പാടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ തിരുവനന്തപുരത്തിലെ ആഴ്വേർ സത്യങ്ങളെ ദാസനെ ശബ്ദീകരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കേൾക്കപ്പെട്ടവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവിക വാർത്തകളെ പ്രായപ്പാൻ ഞങ്ങളെ വിളിച്ചിരിക്കാൻ അത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും സഹിഷ്ണുതയാലും ദൈവക്ഷേതുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ പ്രായപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാണമേ. ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളുടെ ശുദ്ധീകരണമായിരിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളുടെ ശുദ്ധീകരണമാണല്ലോ. അതിനാൽ ദൈവത്തിന്റെ കർത്താവായ യേശുവിന്റെ രക്തത്താലും വചനത്താലും ദൈവ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ വിശുദ്ധി പ്രായപ്പാടയാക്കണമേ. അത് മാത്രമല്ല ദൈവം ഞങ്ങൾ നടത്തുന്ന ഏത് വാതിൽ സന്തോഷമായ കർത്താവിനെ പിൻപറ്റാൻ ദൈവം നടത്തുന്ന ശിക്ഷയിൽ കർത്താവെ അതിൽ വിശുദ്ധി പ്രായപ്പാടയാക്കണമേ. ദൈവഭയത്തെ വിശുദ്ധ ദേപ്പാൻ ഞങ്ങൾക്കെല്ലാം കർത്താവ് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ മോശത്വം ഉണ്ടാതാക്കേണ്ടത് ദൈവം ഇഷ്ടമായിരിക്കാൻ മറ്റവർക്ക് നന്മയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാണമേ. ദൈവപരിജ്ഞാനം പ്രായപ്പാൻ ഞങ്ങൾക്കെല്ലാം ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സ്തോത്രം അനുവദിക്കണമേ. ഞങ്ങളുടെ ദൈവത്തെ ഏതവസ്ഥയിലും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവേഷ്ടം ചെയ്ത് ഞങ്ങൾക്ക് വാസം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും കർത്താവ് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കേട്ട വചനം ആർക്കും നഷ്ടപോകാതെ ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ എല്ലാവർക്കും അനുഗ്രഹമായി ജീവനായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണമേ. അതിനെ സംസാരിപ്പാൻ ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനി ധാരാളം കൃപ കൊടുത്ത് അധികം പ്രയോജനപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവ് സഭാവും കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കൂടിയും കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുങ്ങുന്നതായിരിക്കാൻ കർത്താവ് സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം.